1.25 നൂറ്റാണ്ടിന് മുമ്പാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നതുകൊണ്ട് അതിനു മുമ്പൊക്കെ ക്രൈസ്തവ സഭകളില്ലേ. അതുകൊണ്ട് 2000 വർഷങ്ങളുടെ ചരിത്രം പറയാവുന്ന ഇതര സഭകളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും പുതുതാകയാൽ അതിൻ്റെ ആധികാരികത എന്ത് എന്ന ആളുകൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യം ന്യായയുക്തമാണ്. ആദ്യം തന്നെ പറയാം, 2000 വർഷം പഴക്കമുള്ള ഒരു ക്രിസ്തീയ സഭയും ഇന്ന് ലോകത്തിവിടെ ഇല്ല. നാം ഇന്ന് കാണുന്ന സകല പ്രസ്ഥാനങ്ങളും ഓരോ കാലഘട്ടത്തിൽ സംഘടനാ രൂപം കൈവരിച്ചു വന്നവയാണ്. യേശുക്രിസ്തുവോ അപ്പോസ്തലന്മാരോ സ്ഥാപിച്ച ഒരു സഭ എന്ന് ആരെങ്കിലും ഏതെങ്കിലും പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നെങ്കിൽ അതിലർത്ഥമില്ല. എന്നാൽ ആദിമസഭ എന്തായിരുന്നു എന്ന് നിങ്ങൾ അറിയാൻ ബൈബിളിൽ ഏറ്റവും ആധികാരികമായ ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. ആകെ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭ എന്തായിരുന്നു, എങ്ങനെയാണ് അവർ സുവിശേഷ സാക്ഷ്യം വഹിച്ചത്, ഹൗ ദേ പ്രീച്ച്ഡ് ഗാസ്പൽ, എങ്ങനെ അവർ സഭ എന്ന സംവിധാനത്തെ ഓർഗനൈസ് ചെയ്തു. മറ്റൊന്ന്, ആ സഭ പാലിച്ചു പോന്നിരുന്ന ഡോക്ട്രിനൽ സ്റ്റാൻഡ്, ഉപദേശപരമായ സ്ഥാനം എന്തായിരുന്നു. ഇത്യാദി ലക്ഷണങ്ങൾ പഠിക്കാൻ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എന്നുള്ള പുസ്തകം വെറുതെ ഒന്ന് വായിച്ചാൽ മതി. അതിന് പാണ്ഡിത്യമൊന്നും വേണ്ട. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ എങ്കിൽ ആ സഭയുടെ രൂപിമ വ്യവസ്ഥിതിയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന അധ്യയനം, പഠിപ്പിക്കൽ, വിശ്വാസ സംഹിത, അത് പെന്തക്കോസ്തു തന്നെയാണ്. ഈ സമൂഹം ഉണ്ടായത് ആഗോള ക്രിസ്ത്യാനിറ്റിക്കകത്ത് രൂപപ്പെട്ട ഒരു ഉണർവിൻ്റെ പരിണിത ഫലമാണ്. അത് പുതുതല്ല. ആ അർത്ഥത്തിൽ സഭ വാദിച്ചത്, ആഗ്രഹിച്ചത് ചില പുതുമകളെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പരീക്ഷിക്കാമെന്നല്ല, മറിച്ച് എങ്ങനെ പൂർവീകതയിലേക്ക്, 1-ാം നൂറ്റാണ്ടിലെ സംവിധാനങ്ങളിലേക്ക് എങ്ങനെ മടങ്ങണം. ആ അന്വേഷണത്തിനൊടുവിൽ രൂപപ്പെട്ട ആത്മീക കൂട്ടായ്മയാണ് പെന്തക്കോസ്ത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ തുടക്കക്കാർ വളരെ സാധാരണ മനുഷ്യരായിരുന്നു. 2 പ്രധാന നേതൃത്വങ്ങളിൽ നിന്നാണ് 2 ധാരകൾ ഇതിൻ്റെ രൂപപ്പെട്ടു വരുന്നത്. ഒരു സൗത്ത് ആഫ്രിക്കൻ കറുത്ത വംശജനായ, ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട, ഏതാണ്ടൊക്കെ വിരൂപനായ വില്യം ജെ സെയ്മൂർ എന്നറിയപ്പെടുന്ന ഒരടിമയുടെ മകൻ, അടിമയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നാളുകൾക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒരു കത്തോലിക്ക പുരോഹിതൻ ജോലിക്കായി കൊണ്ടുവന്നു. അമേരിക്കയിലാണ്. ആ പുരോഹിതനിലൂടെ ബൈബിൾ സംബന്ധിയായ ചിന്തകളുടെയും ക്രിസ്ത്യവിശ്വാസത്തിൻ്റെയും ആമുഖ പാഠങ്ങളെ ഈ സെയ്മൂറിൻ്റെ പിതാവ് പഠിച്ചു. കൽക്കരിക്കനെ പണിയെടുക്കാൻ വന്ന മനുഷ്യനാണ്. എന്നാൽ ക്രമേണ തനിക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് സെയ്മൂർ ബൈബിൾ പഠിക്കാൻ തീരുമാനിച്ചു. ആ സെയ്മൂർ വന്നത് ചാൾസ് പെർഹാം എന്നറിയപ്പെടുന്ന ഒരു ദൈവമകൻ്റെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. എൻ്റെ പേര് തന്നെ ബഥേൽ എന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം ബൈബിൾ പഠിക്കാനിരുന്നു. അപ്പോൾ അതുവരെ ആളുകൾ ഈ ആത്മനിറവ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അന്യഭാഷാ ഭാഷണം, പ്രവചനങ്ങൾ തുടങ്ങി ഇന്ന് സാധാരണമായി നമ്മൾ കേട്ടുവരുന്ന കാര്യങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരായിരുന്നില്ല. സെയ്മൂർ ക്ലാസ്സിൽ പഠിച്ച ശേഷം നമ്പർ 312 അസൂസ സ്ട്രീറ്റ് അങ്ങനെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോയി.
അതേതാണ്ട് നമ്മുടെ രാജാജി നഗർ പോലെ ഈ സ്ഥലം പോലെ ആളുകൾ ഒരു തിക്ക് പോപ്പുലേറ്റഡ് ഏറിയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനൊരു മുറിയുണ്ട്. ഒരു 7-8 പേര് പ്രാർത്ഥിക്കാനും വരും. ഈ പ്രാർത്ഥിക്കാൻ വരുന്ന മനുഷ്യർ കുറേ നേരം പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം കൂടുമല്ലോ. സ്വാഭാവികമായിട്ടും അത് അയൽക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ മനുഷ്യനൊരു മാന്യനാണ്, ആരോടും പിണക്കമില്ലാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കാനും വയ്യ. ഇതെന്താണ് ഈ ബഹളമെന്നറിയാൻ വേണ്ടി വരുന്നവർക്കൊരു പ്രശ്നം. അവർ വന്ന് ഇതിനകത്തങ്ങ് പെട്ടുപോകും, അവരും കൂടെ അതിനകത്തങ്ങ് കൂടും, തിരിച്ചു പോകത്തില്ല. 8 പേര് 80 ഇരിക്കാനിടയില്ല. കൊടുക്കും ഈ തെരുവിലേക്ക് ഇരുന്നു ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച ഈ സ്ഥലത്ത് ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഇരുന്നുള്ള സ്ഥിതി എന്താ? വണ്ടി പോകാൻ പറ്റുമോ? ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ആത്മീയരോടും അല്ലാത്തവരോടും ഒക്കെ പറയാം, മറ്റൊരാളുടെ ക്ഷേമം കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അല്ലേ? നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ. രാഷ്ട്രീയമല്ല പറഞ്ഞു കേട്ടോ. അദ്ദേഹം സിലബസിൽ കുട്ടികൾക്ക് ഡ്രൈവിങ്ങും ഭരണഘടനയൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സജഷൻ, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എതിരെ വരുന്നവൻ്റെ അവകാശങ്ങളും പറയണം. വണ്ടി ഓടിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ അവകാശം അറിയാം. എതിരെ വരുന്നവൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അപ്പനുണ്ട്, മക്കളുണ്ട്, അവനെ നമ്മൾ പിടിക്കാൻ പാടില്ല. നമുക്കെല്ലാം ഉള്ള പ്രശ്നം എനിക്കെന്തൊക്കെ വേണമെന്ന് എനിക്കറിയാം, സർക്കാർ എന്തൊക്കെ തരണം, നമ്മളതിന് വേളം വെക്കും. അടുത്തവൻ്റെ പട്ടിണി, അടുത്തവൻ്റെ കഷ്ടപ്പാടും ഒക്കെ ഒരു പ്രധാനമാണ്. നമ്മുടെ ചർച്ചിൽ ഞാൻ ആളോട് പറഞ്ഞു, ആരും ഈ 2 രൂപയ്ക്ക് അരി വാങ്ങല്. പിന്നെ അങ്ങനെ നിങ്ങൾക്കതിന് അർഹതയില്ല, അതിലും അർഹതപ്പെട്ടവർ ഈ രാജ്യത്തുണ്ട്. അതൊരു ആത്മീയൻ്റെ ലക്ഷണമാകണമല്ല, കിട്ടുന്നില്ല ഇനി പോരട്ടെ. പിണഞ്ഞോ? എൻ്റെ അറിവിൽ 2 രൂപയ്ക്ക് അരി വാങ്ങി കഴിക്കേണ്ട ആൾക്കാരൊന്നും ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെ ഇല്ല. പാസ്റ്റർ ഒന്ന് എന്തൊക്കെയായി പറയുന്നല്ലേ. അടുത്തത്, എൻ്റെ ചർച്ചിലൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി വന്ന് എൻ്റെ അരികിൽ പറഞ്ഞു, മെമ്പർ ഒരു പണി തന്നു സാറേ, പ്രാർത്ഥിക്കണം. അത് പറ്റി? എൻ്റെ കാർഡ് APL ആക്കി. ഞാൻ പറഞ്ഞു, അമ്മച്ചി ദൈവം പ്രാർത്ഥന കേട്ടതാണ്, വർഷങ്ങളായിട്ട് ദാരിദ്ര്യം മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു, ഇപ്പോൾ ദാരിദ്ര്യം മാറ്റി, ഞാൻ കാർഡ് ഒന്നും മാറ്റണ്ട. അതല്ലേ ശരി? അങ്ങനെ കൂടെ മാറണ്ടേ? മറ്റൊരുവൻ്റെ കൂടി സന്തോഷമാണ് എൻ്റെ സന്തോഷം. അങ്ങനെ മാറുന്നില്ല, പിന്നെ ഇതിനകത്ത് അർത്ഥമുണ്ടോ? അതാണ് കാണണ്ടേ. നമുക്കൊക്കെ വേറൊരു സ്വഭാവമുണ്ട്, നമ്മളുടെ വീട് പരിസരമൊക്കെ വൃത്തിയാകണം, അത് നേരെ കൊണ്ട് തട്ടുന്ന അടുത്തവൻ്റെ മുറ്റത്ത്. നമ്മുടെ പരിസരം നീറ്റായിരിക്കണം, ഇത് ഡംപ് ചെയ്യുന്നവിടെ വഴിയല്ലേ. ഇതൊക്കെ മാറണം. സന്തോഷമില്ല? അപ്പോൾ ഇതും ഞാൻ ക്രമേണ ചില കാര്യങ്ങൾ പറയാം. ഈ സൈമൂർ ഇരിക്കുന്ന തെരുവ് എന്തൊക്കെയാണ് നിറഞ്ഞതാണെന്നറിയണ്ടേ? മദ്യക്കുപ്പികൾ, വടിവാള്, മാരകമായ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ, അതൊക്കെ ഇങ്ങനെ തെരുവിലിട്ട് വിൽക്കുന്ന സ്ഥലമാണ്. ബ്ലാക്സിൻ്റെ ഒരു വലിയ കോളനിയാണ്. ഈ വരുന്നവർ ഇതിനകത്ത് കൂടിക്കൂടി അസൂസ സ്ട്രീറ്റ് മുഴുവൻ നിറഞ്ഞു. ഷെയ്മൂർ പോകുമ്പോഴേക്ക് കൂടൊരു ദിവാസനുണ്ട്, അദ്ദേഹം അങ്ങോട്ട് തുടങ്ങും, അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോഴേക്ക് അടുത്ത് വരും. ഈ ജനങ്ങളുടെ ഒഴുക്ക് ആദ്യമൊക്കെ ശല്യമെന്ന് തോന്നിയിട്ട് ആളുകൾ ഇത് എന്താണെന്ന് അറിയാൻ വന്നു. ഒടുക്കം സാക്ഷാൽ ചാൾസ് പെർഗാമം വന്നു ഇതറിയാൻ. എൻ്റെ പ്രിൻസിപ്പൾ അദ്ദേഹം കൂടി ഈ അനുഭവത്തിനകത്ത് പെട്ടു. വലിയൊരു ഉണർവ് അവിടെ രൂപപ്പെട്ടു. അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്നിതിന് പറയും. നമ്മളിന്ന് കാണുന്നതിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളിന്ന് 2026 എന്നൊക്കെ എഴുതി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണർത്തുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു മനുഷ്യനെ കൊണ്ടും ഹല്ലേലൂയ പറയിപ്പിച്ചിട്ടില്ല, നാളെ പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തെ ഒരാളെ സ്തുതിക്കുന്ന നല്ലതാണ്, എൻ്റെ ചിലവിൽ വേണം, സ്വന്തം ചിലവിൽ മതി. അത് സന്തോഷമില്ല, അതെന്ന് മറ്റൊരാൾ പറഞ്ഞിട്ട് വേണോ നമ്മൾ, അല്ലേ? ഒരു കൊച്ചുകുട്ടിക്ക് നിങ്ങൾ
ഒരു മിഠായി വാങ്ങിക്കൊടുക്കുക, അത് പറയും താങ്ക് യു അങ്കിൾ. അങ്ങനെയാ ആദ്യമൊക്കെ പഠിപ്പിക്കണം, പിന്നെ അതങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ ഒരു കുഞ്ഞിനൊരു കാര്യം ചെയ്താൽ അതിന് നന്ദി പറയാൻ അറിയാമെങ്കിൽ മുതിർന്ന നമ്മൾ എത്രയധികം പരപ്രേരണ കൂടാതെ പറയണം അല്ലേ? മാത്രമല്ല നമുക്ക് അന്തരീക്ഷത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങളല്ല ഇഷ്ടം, അതൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലല്ലോ. എൻ്റെ കയ്യിലൊരു ആൾ വന്നിട്ട് പറഞ്ഞു, ഉറങ്ങിയിട്ട് നാളുകളായി, ഒന്ന് പ്രാർത്ഥിക്കണം. യോഗത്തിന് വന്നപ്പോഴേ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ടേ, എൻ്റെ പ്രസവം കുറച്ച് നേരം കേട്ട് ഉറങ്ങിപ്പോവും. സാറ് പറഞ്ഞു കേട്ടില്ലേ, ഇവിടെ വന്നിരുന്നാൽ മതി. ഞാനായിട്ട് ആരെയും വഴക്കുറയില്ല ഉറങ്ങുന്നവരെ. എന്തുകൊണ്ടാണ് ഉറങ്ങുന്നതെന്ന് അറിയണ്ടേ? ഇപ്പോൾ ഈ യോഗത്തിന് വന്ന് നിങ്ങൾ ഉറങ്ങുന്നെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാണ്, ഒരു സുരക്ഷിതത്വം. ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യാനില്ല, ഞാൻ ഉറങ്ങും. ഉറങ്ങിക്കോ. പിന്നെയും ബൈബിളൊരു വചനമുണ്ട്, തൻ്റെ നാമത്തിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. അങ്ങനെയാണ് ദൈവനാമത്തിൽ ഉറങ്ങിയാലും അത് എന്നാണെന്ന് എനിക്കറിയില്ല, വാങ്ങിയാൽ മതി. എനിക്ക് പറഞ്ഞത് ഈ ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഷെയ്മൂറിൻ്റെ അടുത്ത് ഒരു കണ്ണില്ല, കാണാൻ സുന്ദരനൊന്നുമില്ല, ബ്ലാക്കാണ്. പക്ഷേ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു വലിയ വടിവാലെടുത്ത് അങ്ങോട്ട് വെച്ചു. വേറൊരുത്തൻ കിലോ കണക്കിന് കഞ്ചാവ് എടുത്ത് വെച്ചു, മദ്യക്കുപ്പികൾ കൊണ്ടുവച്ചു. പൊട്ടിക്കരയാൻ തുടങ്ങി, ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. സ്ത്രീ പുരുഷ ഭേദമന്യ ആളുകൾ വന്നിവിടെ വീണ് കിടന്ന് കരയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ദൂരെ നിന്നൊരാൾ കണ്ടാൽ ഇവിടെ എന്തൊക്കെയോ കുഴപ്പം പിടിച്ച ആളുകൾ സമനില തെറ്റിയവരായിട്ട് തോന്നും. നമ്മുടെ ഒരു പ്രശ്നമാണത്. ഞാനൊരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ പരിപാടിയെല്ലാം കൊള്ളാം, ഇതാകപ്പാടൊരു ചന്ത പോലെ ഇല്ലയോടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പെട്ടെന്ന് ക്ഷുഭിതനാകുന്ന ഒരാളല്ല, ഞാൻ സന്തോഷത്തോടൊക്കെ കേട്ടു പറഞ്ഞു ചന്തയാണ്. ചന്ത എന്ന പദത്തിൻ്റെ അർത്ഥം താങ്കൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അത് ഏറ്റവും താഴേക്കിടയിൽ അധ്വാനിക്കുന്നവൻ്റെ ആരാധനാലയമാണ് ചന്ത. ശാല കമ്പോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവൻ്റെ ആരാധനാലയമാണ്. അവൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നതുകൊണ്ടാണ്. അതിനെ ചെറുതാക്കാൻ പാടില്ല അല്ലേ? രണ്ട്, ചന്ത ഒരു കുറഞ്ഞ സ്ഥലമല്ല. ചന്തക്കകത്ത് കടന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാം, അവിടെ വിൽപ്പനയും വാങ്ങലും നടക്കുന്നുണ്ട്, കൊടുക്കലും വാങ്ങലും. അപ്പം ഞാൻ പറയാം, എനിക്ക് നാരങ്ങ വേണം, മറ്റൊരാളുടെ ടൊമാറ്റോ വേണം, ഇതിനൊരാൾക്ക് മറ്റൊരു വസ്തു വേണം, അതിൻ്റെ വില പറയുക. അങ്ങനെ നമ്മൾ പലരും പറയുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് അതൊരു എരപ്പാണ്. ഇതുപോലെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ കറക്റ്റായി പറയുന്നില്ല. പുറത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊരു വലിയ ബഹളമാണ്. അകത്തോടൊന്ന് വാ, ഇതിനകത്തൊന്ന് കയറി, അപ്പം മനസ്സിലാകും നല്ല സൂപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ചന്തയാന്ന് വിശേഷിപ്പിച്ചോ, അതാ കറക്റ്റ് ഉദാഹരണം. അതിപ്പോൾ ഭേദമില്ല. അവരൊരു പാവം മനുഷ്യൻ തമിഴ്നാട്ടിലൊക്കെ പ്ലാന്റ് ചെയ്ത പച്ചക്കറി രാവിലെ പോയി ശേഖരിച്ച് കൊണ്ടുവരിക. നമ്മൾ പണിയെടുത്ത് അതിൽ അല്പം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുക. ഈ വലിയ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സ്ഥലം അത്. നമ്മൾ ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ നടക്കുക. കേൾക്കുന്നവനത് പിടിയിട്ടൂല, കാണുന്നവനും പിടിയിട്ടൂല. ദൂരെ നിന്ന് കാണുന്നവന് അത് ഭ്രാന്താണെങ്കിൽ അകത്തിരിക്കുന്നവന് ജീവിത നിഗൂഢതകൾക്കകത്ത് അവൻ അനുഭവിച്ച വേദനകളെ മുഴുവൻ ഇറക്കി വെച്ച് കണ്ണീരൊഴുക്കി സാന്ത്വനപ്പെട്ടു പോകുന്ന പരിശുദ്ധാത്മപ്രവൃത്തിയുടെ അതിശക്തമായ ഇടപെടൽ നടക്കുന്നത്. ഇത് അസൂസ സ്ട്രീറ്റിൽ രൂപപ്പെട്ടു. അപ്പം സൈമൂർ ഇതെല്ലാം പ്രാർത്ഥന കഴിഞ്ഞിട്ട് നീ വടിവാളും കത്തിയൊക്കെ കൊണ്ടുവന്നല്ലോ, ഇതായാലും എന്നെ വെട്ടാനല്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ ആരെ വെട്ടാൻ കൊണ്ടുവന്ന? അതെൻ്റെ യജമാനനൊരു ക്രൂരനായിരുന്നു. എത്ര പണിയെടുത്താലും പണം തരില്ല, ചാട്ടക്കടിക്കും. ഒരു ദുഷ്ടൻ. അദ്ദേഹത്തെ വകവരുത്താൻ തക്കം പാർത്ത് കൊണ്ടു നടന്ന ഓരോരുത്തരും ഓരോ കഥ പറഞ്ഞപ്പോൾ സൈമൂർ പറഞ്ഞു, ആദ്യം പോയി അയാളോട് ക്ഷമ പറഞ്ഞ് അയാളുടെ അരികിൽ നിന്ന് ക്ഷമിച്ചു എന്നൊരു വാക്കും കേട്ടിങ്ങി വാ പോ. കേട്ട പാടെ ചെന്ന് കാണാൻ. വൈറ്റ്സാ, വെള്ളക്കാർ, ക്രൂരന്മാരാ. എന്താ വന്നേ? യജമാനെ ക്ഷമിക്കണം, ഈ വടിവാൾ കണ്ടില്ലേ, നിനക്ക് വേണ്ടി തീർത്ത് വെച്ചതാ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വെച്ചതാ, നിന്നെ തകർക്കാൻ വേണ്ടി വെച്ചതാ. പക്ഷെ വചനം കേട്ടപ്പോൾ
ഉള്ളൊന്ന് കിടുങ്ങി. വചനം കേട്ടപ്പോൾ വേദന വന്നു. നിന്റെ പ്രാണൻ എനിക്ക് എടുക്കാൻ പറ്റും യജമാനനെ, പക്ഷെ നിനക്ക് പ്രാണൻ തരാൻ എനിക്ക് നിർവാഹമില്ല. നിന്നെ രോഗിയാക്കാൻ പറ്റും, സൗഖ്യം തരാൻ എനിക്ക് നിർവാഹമില്ല. ഞാനും ഒരിക്കൽ രോഗിയാകും. ഈ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിങ്ങനെ കിടക്കുമ്പോൾ നിന്നെ വകവരുത്തിയ ഓർമ്മകൾ എന്നെ വേട്ടയാടും. ഞാൻ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകും. യജമാനനെ മാപ്പാക്കണം യജമാനെ. യജമാൻ അവൻ്റെ അരിയിലേക്ക് വന്നിട്ട് അയാളും പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞിട്ട് കൂട്ടുകാരാ, ഞാൻ നിന്നോട് ക്ഷമ പറയണ്ടേ? നിനക്ക് കൂലി തന്നില്ല, നിന്നെ ചാട്ടക്കടിച്ചു, നിന്നെ കാണുന്ന എനിക്ക് അറപ്പായിരുന്നു, എന്നെ കൊല്ലാൻ നീ നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞപ്പോൾ അത് കാരണമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീ എന്നോടാ ക്ഷമിക്കണ്ടേ. യജമാനൻ അവൻ്റെ കാൽക്കലും വീണു. അങ്ങനെ ലോക ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്ത നിരപ്പിൻ്റെ തത്വസംഹിത ഉലകത്തെ പഠിപ്പിച്ചുകൊണ്ട് ആരംഭം കുറിച്ച മഹൽ പ്രസ്ഥാനത്തിൻ്റെ പേരാ പെന്തക്കോസ്ത്. 312 അസൂസ സ്ട്രീറ്റ് കാലിഫോർണിയയിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ 5 വൻകരകളിലും അതിശീഘ്രം പടർന്നു പന്തലിച്ച് 196 രാജ്യങ്ങളിലെ ഏറ്റവും അധികം കുതിച്ചുയരുന്ന സമൂഹമായി ഇത് മാറി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ വിശ്വാസം സ്വീകരിച്ച് മുമ്പോട്ട് വരുന്നു. ഹല്ലേലൂയ. ഞാനതൊക്കെ ക്രമേണ പറയാം. ശ്രദ്ധിച്ചോട്ടെ. അപ്പോൾ എന്താണ് അതിൻ്റെ സന്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ബൈബിളിൽ കൂടെ വരാം. ഇന്ത്യയിൽ അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് കൂടി പറയണം. ചില സഹോദരങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചോലെ നമ്മളെപ്പറ്റി പറയാറുണ്ട് മതപരിവർത്തന ലോബിയെന്നും, അല്ലേ? അങ്ങനൊക്കെ ഒരു പേരാ. മറ്റൊന്നുകൂടി ചിലർ പറയാറുണ്ട് പാൽപ്പൊടി കൊടുത്ത് ആളുകളെ മതം മാറ്റി. ഇങ്ങനെ പറയാറുണ്ട്. അതിൽ കുറേ ശരിയുണ്ട്, ഇല്ലെന്നല്ല കേട്ടോ, കുറേ ശരിയുണ്ട്. അതിലൊരു ശരി ഞാൻ നിങ്ങളോട് പറയാം. കേരള ചരിത്രത്തിലെ ആദ്യത്തെ മതപരിവർത്തനം, ആ പദം ഞാൻ തൽക്കാലം ഉപയോഗിക്കുന്നുള്ളൂ. ഞങ്ങളിതൊരു മതമായിട്ടൊന്നും കാണണില്ല. അത് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. കാരണം ഒരു മതത്തിന് വേണ്ട ചേരുവകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. നമ്മളൊരു പാക്കറ്റ് എടുത്താൽ അതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത്ര പെർസെൻറ്റ് ഒക്കെ ഉണ്ടാകണം ആ സാധനത്തിൽ. ഒരു മതത്തിന് വേണ്ട ഒരു ചേരുവയില്ലാത്തൊരു സമൂഹമാണ് ഞങ്ങൾ. പറയാം, മതത്തിന് സ്വന്തം നിലയിൽ ഒന്നോ അതിലധികമോ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾക്കൊരു തീർത്ഥാടന കേന്ദ്രം ഇല്ല. ഇപ്പം നിങ്ങൾക്കൊരു സംശയം, യേശു ജനിച്ച ബേതലഹേമോ, യേശു വളർന്ന നസർബത്തോ, യേശു മരിച്ച ക്രൂശിക്കപ്പെട്ട ജെറുസലേമിലെ പ്രസിദ്ധമായ ഗോൽഗോഥ, ഇതൊക്കെ നിങ്ങൾക്ക് തീർത്ഥാടന സ്ഥലങ്ങളല്ലേ? ഏയ് അല്ല. ഈ ചെങ്കൽച്ചൂളയിലെ മണ്ണും യെറുസലേമിലെ മണ്ണും അടുത്തടുത്ത് വെച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇതിലേതാണ് കുറേ കൂടെ നല്ല മണ്ണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് തന്നെയാണ്, യെറുസലേമിലെ അല്ല. കാരണം 422 യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, അതിശക്തരായ 7ഓളം പ്രബല സാമ്രാട്ടുകളുടെ തേർവാഴ്ച നടന്ന ഇടം, ലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ, കുഞ്ഞുങ്ങൾ അതിക്രൂരമായി വധിക്കപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും ചോര പുതച്ചുറങ്ങുന്ന മണ്ണ്. അതങ്ങനെ വിശുദ്ധ സ്ഥലമാകും? അപ്പം ഞങ്ങൾക്കൊരു വിശുദ്ധ സ്ഥലം ഇല്ല. എല്ലാ സ്ഥലവും ഒരുപോലെ. 2, മതത്തിന് ഒരു നിറം സുപ്രധാനമാണ്. വെള്ളയോ കറുപ്പോ നീലയോ മഞ്ഞയോ അങ്ങനെ എന്തെങ്കിലും. ഞങ്ങൾക്കങ്ങനെ ഒരു നിറത്തോട് പ്രതിപത്തിയില്ല. ഒരു നിറവും മോശമല്ല. ഒരു നിറവും ആ നിറം ഉൾക്കൊള്ളുന്ന കൊടിക്കൂറ സ്വന്തമില്ല. ഇനിയുമുണ്ട് ചില പ്രത്യേകത. മതത്തിന് ഒരു സ്ഥലം പ്രധാനമാണ്, ഒരു കൊടിക്കൂറ, ഒരു നിറം പ്രധാനമാണ്. ഇതുപോലെ വർഷത്തിൽ ഏതെങ്കിലും ഒരു മാസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമോ ഒക്കെ പുണ്യ ദിവസങ്ങളാണ്. ദിവസത്തിൽ ചില സമയങ്ങളുണ്ട്, ആ സമയം സുപ്രധാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം
365 ദിവസം ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. രാവും പകലും ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായൊരു സമൂഹത്തെ നിങ്ങൾക്കെങ്ങനെ മതമെന്ന് വിളിക്കാൻ പറ്റും? എങ്കിലും വിളിച്ചോളൂ. കമ്മ്യൂണിക്കേഷൻ അങ്ങനെ വേണം. കാരണം വില്ലേജ് ഓഫീസർ വന്ന് ചോദിക്കും, നമ്മൾ മതം ഇല്ലെന്നല്ലല്ലോ പറയുന്നത്, ക്രിസ്ത്യൻ തന്നെ എഴുതുമല്ലോ അല്ലേ? അപ്പോൾ പിന്നെ മതം കിടക്കട്ടെ. കേരള ചരിത്രത്തിലെ രേഖാമൂലമുള്ള ഒരു മത പരിവർത്തനം നടക്കുന്നത് 1854 പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ്. ആ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ ഒരു വയലിൽ, ഇന്നവിടെ ഒരു സർക്കാർ ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നൊരു വയലിൽ ഒരു കന്നുകാലിക്കൊപ്പം നിലമുഴുതുകൊണ്ടിരിക്കുക. കന്നുകാലിയുടെ തോളത്ത് വെച്ച മുഖം മനുഷ്യൻ്റെ ദേഹത്ത് ഇപ്പുറം വെച്ച് നിലമുഴുതു മറിച്ചങ്ങോട്ട് പോകുമ്പോൾ ജോൺ ഹോക്സ്വർത്ത് എന്നറിയപ്പെടുന്നൊരു മിഷനറി അവിടെ വന്നു. അദ്ദേഹം കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നു. കാളവണ്ടിയിലാണ് അദ്ദേഹം. കുറേ നേരം നിന്നപ്പോൾ ഏതാണ്ടൊരു ഉച്ച സമയമായപ്പോൾ ഒരു ബഹളം കേട്ടു. നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കലത്തിൽ കുറേ ചൂട് കഞ്ഞിയായിട്ട് വരികയാണ്. കഞ്ഞിയാണെന്ന് പിന്നെ മനസ്സിലാവുന്നേ. ഉടനെ ഈ മനുഷ്യൻ വയലിൽ നിന്ന് കരക്കേറി ഒരു കുഴി അവിടെ എടുത്തിട്ട് വട്ടയില പറിച്ച് അവിടെ വച്ച് പ്ലാവില പറിച്ച് സ്പൂണ് പോലെ ഉണ്ടാക്കി കാത്തിരിക്കുകയാണ്. ഈ കൊണ്ടുവന്ന കാര്യസ്ഥൻ കഞ്ഞി ഒഴിച്ചു കുടിച്ചു, അത് ഈ കഞ്ഞി കഴിച്ചു. എന്നിട്ട് പണിയാനിറങ്ങാണ്. അപ്പോഴേക്ക് ഹോക്സ്വർത്ത് അടുത്തെന്ന് ചോദിച്ചു, ഇതിൻ്റെ പേരെന്താ? ഹോക്സ്വർത്തിന് മലയാളം അറിയാം, സായിപ്പാണെങ്കിലും പഠിച്ചു. ഈ ആൾ തൻ്റെ പേര് പറഞ്ഞു തെയ്യത്താൻ. ദൈവത്താൻ എന്നാണ്, പക്ഷെ ആളുകൾക്ക് അന്നത് ഉച്ചരിക്കാൻ അറിയാത്തുണ്ട്. തെയ്യത്താൻ എന്ന് പറയുക. ഞാനൊരിടത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അന്ന് മനുഷ്യരെ കളിയാക്കാൻ യഥാർത്ഥ പേരുണ്ടെങ്കിലും അത് വിളിക്കാതെ തെയ്യത്താനെന്ന് വിളിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അന്നൊരുത്തം കഴിവുള്ളവന് പോലും നല്ല മലയാളം വഴങ്ങൂലായിരുന്നു. സ്റ്റാൻഡേർഡ് മലയാളമൊന്നും വഴങ്ങൂല. തെളിവ് കുണ്ടറ വിളംബരം നടത്തിയ പ്രമുഖനായ തിരുവിതാംകൂർ ദിവാനെ ഓർമ്മയുണ്ടല്ലോ, ചെമ്പകരാമൻ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിലെ ഭാഷ ശ്രദ്ധിക്കണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ ദളവയുടെ നാവ് വഴങ്ങാതെ വന്നു. അപ്പോൾ ശ്രമിച്ചു നോക്കി ഇംഗ്ലീഷ് കമ്പനി എന്നേലും പറയാൻ. ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ ശ്രമിച്ചിട്ടും പറ്റാതെ വന്നപ്പോൾ വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിലെ ഭാഷ ഇംഗ്ലീഷ് കമ്പനി എന്ന് പറഞ്ഞത് ഇങ്കരിച്ച് കുമ്പഞ്ചി എന്നാണ്. ഇത് നമ്മൾ പറയുന്നതല്ല. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പേരിൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കുന്നൊരു പുസ്തകമുണ്ട്, പി ഭാസ്കരൻ ഉണ്ണി എഴുത്തുകാരൻ. അതിൽ പറയുന്നതാണ്. വേണ്ട, അത്രയും വിഷമിക്കേണ്ട, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ നാളെ കൂടെ ഉണ്ട്, സംശയമുള്ളവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതായിരുന്നു സ്ഥിതി. ക്ഷമിക്കണം, ഇത് തലസ്ഥാന നരൂടിയാണല്ലോ. നമ്മുടെയൊക്കെ ആധാരത്തിലൊരു ഭാഷ കാണാം, പണ്ടാരപ്പാട്ട വക അല്ലേ? പണ്ടാരപ്പാട്ടം. ഈ പണ്ടാരം എന്ന് പറയുന്ന പണ്ടത്തെ കുറേ സ്ഥലങ്ങൾ സർക്കാർ വകയുണ്ട്, അതിൻ്റെ രാജഭണ്ഡാര വക സ്വത്തെന്നാണ്. അതിൽ ഈ ഭണ്ഡാരം അത് അന്നത്തെ മനുഷ്യന് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് പാ ആയിട്ട് പണ്ടാരപ്പാട്ടം എന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ. വർഷം 2026 വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഈ പായൊന്ന് മാറ്റാൻ ഈ IAS-കാർക്കൊക്കെ എന്താ പണി? പിന്നെ പായൊക്കെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ കേസൊന്നും എടുക്കില്ല, കുറേ കൂടെ വൃത്തിയാവും. ശ്രദ്ധിക്കാതെ പോയായിരിക്കും അല്ലേ? നമ്മുടെ ഈ ആധാരത്തിലേക്ക് ഭാഷ കണ്ടാൽ ഭയങ്കര ദയനീയമാണ്. അതൊക്കെ മാറ്റണം, കാലോചിതമാക്കണം. അതുകൊണ്ട് പറഞ്ഞാണ്, പോട്ടെ. അപ്പോൾ ഈ മനുഷ്യനെ വിളിച്ചു. അയാൾ തെയ്യത്താൻ്റെ പേരും പറഞ്ഞു. ആശാനെ ഇത് ചോദിച്ചാൽ നിനക്കെന്ത് കൂലി കിട്ടും? കൂലിയൊന്നുമില്ല, പിന്നെന്താ കിട്ടുക? ഈ ചൂട് കഞ്ഞി കിട്ടും. വീട്ടിലേക്ക് ഈ നെല്ലിൻ്റെ ഒരു അളവ് ഒരു പാത്രത്തിൽ തരും. ഒരു ഈറ്റപ്പൊളി കൊണ്ടുള്ളൊരു പാത്രമാണ്. അത് വറുക്കണം, അത് കുത്തി കഞ്ഞിയാക്കി കഴിക്കും ഭാര്യയും മക്കളും. മക്കൾ നാളെ എന്ത് ചെയ്യും? അവരും ഈ ജോലിക്ക് വരും. അവർ ഈ ജോലിക്ക് ഇറങ്ങുന്നത് നിനക്ക് സങ്കടമില്ലേ? ഈ ഒരു സങ്കടമില്ല. എൻ്റെ യജമാനൻ നല്ല മനുഷ്യനാണ്, തല്ലിയല്ല, ചീത്ത പറയില്ല, അതിനനുസരിച്ച് ഞാൻ യജമാനെ പണിയെടുക്കും.
മക്കൾക്കും യജമാനോട് കാര്യമാണ്. എല്ലാ യജമാനന്മാരും തല്ലുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല യജമാനാണ്, തല്ലത്തൊന്നുമില്ല. പിന്നെ പണിയെടുക്കാൻ എന്താ പണി? ഇയാളുടെ ഈ നിഷ്കളങ്കമായ മറുപടി കേട്ട് ഹോക്സ്വർത്ത് ഈ ഉടമയുടെ വീട്ടിൽ ചെന്നിട്ട് ഇവനെ കൊടുക്കുന്നോ? അയ്യോ കൊടുക്കൂല, ഇവൻ വിശ്വസ്തനായ പണിക്കാരനാണ്. ചോദിച്ച് അവസാനം ഇയാളൊരു വലിയ വില പറഞ്ഞു. അങ്ങനെ ദയ്യത്താനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 6 കുടുംബാംഗങ്ങളെയും കൂടെ ഒന്നിച്ചു ചേർത്ത് 8 പേരെ ഹോക്സ്വർത്ത് വിലയ്ക്ക് വാങ്ങി. ഹോക്സ്വർത്ത് അവരെ കൊണ്ടുവന്ന് തൊട്ടടുത്ത് ഒഴുകുന്ന നദിയിൽ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനിയാക്കിയില്ല. പക്ഷെ ആ വെള്ളത്തിനടുത്ത് കൊണ്ടുവന്നു. വെള്ളത്തിനടുത്ത് കൊണ്ടുവന്നിട്ട് കാളവണ്ടിയിൽ നിന്ന് നിറമുള്ള സുഗന്ധമുള്ള ഒരു സോപ്പ് എടുത്തു കൊടുത്തു. അയാൾക്ക് എന്തിനാണെന്നറിയില്ല. വെള്ളത്തിൽ മുങ്ങി വന്ന മനുഷ്യൻ ധരിച്ചിരിക്കുന്ന ഒരു കൂമ്പ് പാളയാണ് നഗ്നത മറയ്ക്കാൻ. അതൊക്കെ കളയാൻ പറഞ്ഞു. അതൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വന്ന് ഈ സോപ്പ് ശരീരമാസകലം തേച്ച് പിടിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യം ഒരു അടിമ സോപ്പാണ്. പുതിയ സോപ്പ് കൂടെ കൊടുത്തു തുടങ്ങിയത് നിനക്കുള്ളതാണ്. വീട്ടുകാരെല്ലാം കുളിപ്പിച്ചു. കയറി വന്നപ്പോൾ സായിപ്പ് കുറേ വസ്ത്രം കൊടുത്തു. പുള്ളിക്ക് പേടി, ഇതിട്ടുകൊണ്ട് പോലെ ആളുകൾ കല്ലെറിയും, ചെളിവാരി എറിയും, അടിമയാ. ഹോക്സ്വർത്ത് പറഞ്ഞു, ഞാനാ നിന്നെ വിലക്ക് വാങ്ങിയത്, നീ എൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടാണെങ്കിൽ ആരും നിന്നെ ഒന്നും ചെയ്യില്ല, വരാൻ പറഞ്ഞു. തിരുവല്ലയിലുള്ള മിഷൻ കാമ്പൗണ്ടിൽ കൊണ്ട് പാർപ്പിച്ചു. ഒറ്റ കൊല്ലം ആ കുടുംബത്തെ പാട്ട് പഠിപ്പിച്ചു, ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു. മക്കളെയൊക്കെ പുലർത്തി. മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ഒറ്റ കൊല്ലം കഴിഞ്ഞ് 1854 സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ് ഇവർ സ്നാനമേൽക്കുന്നത്. ഒറ്റ കൊല്ലം കഴിഞ്ഞ്. ചുരുക്കി പറഞ്ഞാൽ പിടിച്ചൊരുവനെയും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളിതിലാക്കില്ല. ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഇവർക്ക് നല്ല ആഹാരം കൊടുത്തു. പാൽപ്പൊടിയായിരിക്കാം, അതിലും കൂടിയ വസ്തുവായിരിക്കാം. നിങ്ങൾ എങ്ങനെ കരുതിയാലും ഇന്നും ഇങ്ങനൊരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കണ്ട, പാൽപ്പൊടി തരും. അതിന് നിങ്ങൾ ഈ വിശ്വാസമൊന്നും സ്വീകരിച്ച് വരണ്ട. വിശക്കുന്നവർ പറഞ്ഞേക്ക്. അതിനെന്തിനാ ഇങ്ങനെ വരുന്നത്? മനുഷ്യത്വമല്ലേ, അതിൻ്റെ പേര് മനുഷ്യത്വം എന്നാണ്. ആ വിശപ്പിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. അങ്ങനെയെങ്കിൽ പാൽപ്പൊടി കഴിക്കേണ്ടി വരുന്നവൻ്റെ ആ ദൈന്യത നിങ്ങൾക്ക് മനസ്സിലാവുമോ? അന്ന് ഇത് കേട്ടിട്ടൊരു മതം തന്നെ കളഞ്ഞിട്ട് മറ്റൊന്ന് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അവൻ അനുഭവിച്ച വ്യഥയുടെ ആഴം എന്തെന്ന് പരിശോധിക്കാതെ ഈ പുലമ്പുന്ന വാക്കുകൾക്ക് അർത്ഥമൊന്നുമില്ല. സ്നേഹിത, ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ആ ചരിത്രം വിട്ടേക്കാം. കോട്ടയം ജില്ലയിൽ വ്യാസം പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടും കോട്ടയംകാരാണ്. CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ സഖാവാണ് എൻ്റെ ഒരു അയൽക്കാരൻ. അവരുടെ വീടെടുത്ത ഒരു വാർഡാണ്. അവൾ കോട്ടയത്ത് തിരുനക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തിരുനക്കര മൈതാനം. ഈ തിരുനക്കര മൈതാനം ഒരു അടിമച്ചന്തയായിരുന്നു. അടിമകൾക്ക് ഏറ്റവും വില കൂടുതൽ കിട്ടുന്ന ചന്ത മധുരാങ്കൂറിൽ. ഞാൻ തിരുവനന്തപുരം ചരിത്രത്തിലേക്ക് ക്രമേണ വരാം, നിങ്ങൾക്കതായിരിക്കുമല്ലോ പ്രിയപ്പെട്ടത്. അപ്പോൾ ഒരടിമയ്ക്ക് 3 രൂപ, അതുപോലെ ചിലയിടത്ത് 7 രൂപ, ചിലയിടത്ത് 3 ഇരട്ടി 21 രൂപ വരെയൊക്കെ വിലയുണ്ട്. അന്ന് 1 സെൻറ്റ് ഭൂമിയുടെ വില 25 പൈസയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ ആധാരമെന്ന് പറയുന്നത് മൂന്നാറിലാണ്. 3000 ഏക്കർ സ്ഥലം ഒരു സായിപ്പ് മേടിക്കുക. സെൻറ്റ് ഒന്നിന് 4 അണ. 4 അണ എന്ന് പറഞ്ഞാൽ സ്റ്റാൻലിക്കറിയോ എത്ര ഇല്ലെന്ന് തലവിലുക, പ്രായമൊന്നും ആയിട്ടില്ലെന്ന് കാണിക്കാനാ. മനുഷ്യൻ്റെ ഓരോ അടവുണ്ടല്ലേ, നമ്മൾ സ്ഥിരം കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഏതാ. 25 പൈസയാണ് 4 അണ അല്ലേ? അത്രേ ഉള്ളൂ. 1 സെൻറ്റ് ഭൂമിക്ക് 4 അണ വിലയുള്ള കാലത്ത് ഒരു അടിമയുടെ വില 3 രൂപ. 21 ഉറുപ്പിക വരെ കിട്ടുമായിരുന്നു നല്ല അടിമയാണെങ്കിൽ, ആരോഗ്യത്തിൻ്റെ ഖത്തറാണെങ്കിൽ. അങ്ങനെ ഇരിക്കേ ഒരു സംഭവം, ഒരടിമയെയും അയാളുടെ ഭാര്യയെയും വിലയ്ക്ക് വിൽക്കാൻ പോകുന്ന ആളെ. ഇത് DC പ്രസിദ്ധം ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം റഫറൻസ് സഹിതം പറയാം. അപ്പോൾ അടിമയെ വിൽക്കുക. പക്ഷെ ഒരു പ്രശ്നം,
ഇവർക്ക് 7 വയസ്സുള്ളൊരു മോനും 1.5 വയസ്സുള്ളൊരു മോളും ഉണ്ട്, കുഞ്ഞാ. ഇവരെ ആർക്കും വേണ്ട. കാരണം ഇവരെയും കൊണ്ടുപോയാൽ പണിയൊക്കെ നഷ്ടപ്പെടും. എത്ര നാൾ കഴിഞ്ഞ് ഇവരൊന്ന് പച്ച പിടിച്ച് വരുന്നത് പാടാ. ഇവരെ നോക്കി അപ്പനും അമ്മയൊക്കെ സമയം പോവില്ലേ? അത് വേണ്ട. പിന്നെന്താ ചെയ്യുന്നേ? ഇപ്പോൾ ഈ അടിമകൾ അടുത്തടുത്തൊക്കെയുള്ള വീടുകളിൽ, കുടിലുകളിൽ ഇങ്ങനെ പാർക്കുക. സഹോദരങ്ങളെ ഒരു കാര്യം പറയാം, നമ്മളിങ്ങനെയൊക്കെ പാർക്കുന്ന വീടുകളിൽ തൊട്ടടുത്ത വീടുകളും അടുത്തടുത്ത ആളുകളും തമ്മിലെ വാക്കിലേറ്റവും സൗന്ദര്യപ്പിണക്കമൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ അവനാ ഏറ്റവും നല്ലവനെന്ന് നമുക്ക് ബോധ്യം വരും, തൊട്ടടുത്ത് കിടക്കുന്ന ആൾ. അങ്ങനെയല്ലേ? ആ സാഹോദര്യ ബന്ധം നിലനിർത്തുന്നിടത്ത് അക്രമമൊന്നും ഉണ്ടാവില്ല. 2-3 വാക്കുകൾ തീക്ഷ്ണമായി പറഞ്ഞവരെല്ലാം മോശക്കാരൊന്നുമല്ല. അടിമകളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതും ഇതൊക്കെ പറയും, ശബ്ദം ഉണ്ടാക്കും, ഒന്നും തള്ളുമൊക്കെ ഉണ്ടാകും. ആരെങ്കിലും വന്ന് പറഞ്ഞാൽ കേൾക്കും, പിന്നെയും ശത്രുക്കളെ പോലെ ഇരിക്കും. പക്ഷേ ആളുകളെല്ലാം ഒരു കഥ അറിഞ്ഞു. തൊട്ടടുത്ത വീട്ടിലെ ആ കുടിലിലെ 2 പേരെ നാളെ വിൽക്കുക. ആ വീട്ടിൽ ഉറക്കമില്ല. അയൽക്കാരെല്ലാം ഓടി വന്നു, നിങ്ങൾ നാളെ പോവല്ലേ? ഞങ്ങളറിഞ്ഞു, ഞങ്ങളൊരാശ്വാസമായിരുന്നു. നിങ്ങൾ പോകാമെന്ന് കാണുമ്പോൾ എന്നേക്കുമായിട്ട് പോവാ, എവിടെ വിൽക്കുന്നൊരു പിടിയില്ല. 6 വീഴും കരയും പാടവും കഴിഞ്ഞ് ദൂരത്തെവിടെയോ പോവാ. കാണണമെന്നേ നിർബന്ധമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവർ കുഞ്ഞുങ്ങളെ ചൊല്ലി വിലപിച്ചപ്പോൾ എന്നും വഴക്കുണ്ടാക്കുന്ന അയൽക്കാരൻ പറയാ, മക്കളെ ഞാൻ നോക്കും, ഞങ്ങൾക്കുണ്ട് അതുങ്ങൾക്കുണ്ട്, ധൈര്യമായിട്ട് പോകും. അന്ന് ആ ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന മനുഷ്യൻ്റെ ഒരു പാവത്താനാന്ന് ആൾക്ക് മനസ്സിലായത്. ഈ നാട്ടിൽ ഒത്തിരി മനുഷ്യരുണ്ടെന്നേ. ചിലപ്പോൾ ഒരു വാക്കിൽ കലഹിക്കുകയോ ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്തവരുണ്ട്. പക്ഷേ അവൻ്റെ ഉള്ളിലെ നന്മ കാണാൻ, ആ മനുഷ്യനെ ഒന്ന് നേരെയാക്കാൻ, അവൻ്റെ ഹൃദയാന്തര ഭാഗത്ത് തുടിക്കുന്ന ആ വെമ്പുന്ന മനസ്സിനെ കാണാൻ കഴിയുന്ന അകക്കണ്ണുകളുടെ ജ്വലനമാണ് നമുക്ക് വേണ്ടല്ലേ. അതില്ലാതെ പുറമേ നോക്കിയാൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒത്തിരി കുടിയന്മാരെ കാണാം, വഷളന്മാരെ കാണാം, ഏറ്റുമുട്ടുന്നവരെ കാണാം, കുഴപ്പം പിടിച്ചവരെ കാണാം. പക്ഷെ അവൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്ന ഒരു നന്മയുടെ മനസ്സുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഇടത്താണ് നിങ്ങൾ ദൈവമക്കളാകുന്നത്. നമ്മൾ ദൈവമക്കളാകുന്ന അവിടെയാണ്. ഇവിടെ വരുമ്പോഴെല്ലാം മോശം, വെള്ളമടിക്കുന്നവർ, ചീത്ത പറയുന്നവർ, മോശക്കാരെന്ന് പറഞ്ഞ് രാവിളക്കുവോളം അവരെ പരിഹസിച്ചൊതുക്കാൻ എളുപ്പമാണ്. പരിഹാസ ശബ്ദം ഒത്തിരി കേൾക്കാം. ഈ ലോകം എങ്ങനെയാ? പരിഹസിക്കാൻ റെഡിയാ. ഞാൻ വിചിത്രമായൊരു വാർത്ത നിങ്ങളും കണ്ട. ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഇതിലൊരു വാർത്ത വരുന്നു. ഞാൻ തുറന്നു പറയുന്നു, ക്ഷമിക്കണം. അവർ തൻ്റെ 13-14 വയസ്സ് പ്രായമുള്ള മകനോട് തെറ്റായ ബന്ധത്തിലേർപ്പെട്ടു, സ്വന്തം അമ്മ. ആ വാർത്ത ഇങ്ങനെ വന്നു. ആ സ്ത്രീയെ ചങ്ങല ധരിപ്പിച്ച് കേസ് റെഡിയാക്കി കൊണ്ടുപോവാണ്. ഈ അട്ടക്കുളർങ്ങനെ ജയിലിൽ കൊണ്ടുവിടുക. താഴെ വരുന്ന കമൻറ്റുകളുടെ പ്രളയം ഭയങ്കരമാണ്. എന്തെല്ലാം മ്ലേച്ഛത എഴുതി വെക്കുക. 90 ദിവസം ഇവിടെ കിടുമ്പോഴേക്ക് കുറ്റപത്രം സമർപ്പിക്കണം. പോലീസിന് അതിന് കഴിയുന്നില്ല. കാരണം പിന്നെ മനസ്സിലാക്കുന്നു, അപ്പനും അമ്മയും പിണങ്ങിക്കഴിഞ്ഞപ്പോഴേ പിണങ്ങി മാറിയ അപ്പൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെറുക്കം പറഞ്ഞ ഈ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു പോയ മാനം ആര് കൊടുക്കും? മീഡിയകൾ ആഘോഷിച്ചു, പത്രങ്ങൾ എഴുതി, നിങ്ങളും ഞാനുമൊക്കെ താഴെ കമൻ്റ് ഇട്ട് ആക്ഷേപിച്ചു. ഇതാരാ കൊടുക്കുന്നത്? ഇത്തരം വ്രണിത കൃതികർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ പഴി പറയാൻ എളുപ്പമാണ്, ദുഷിക്കാൻ എളുപ്പമാണ്, പരിഹസിക്കാൻ എളുപ്പമാണ്. ഇവരെയൊക്കെ ഒന്ന് ഹൃദയംഗമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇടത്താണ് നമ്മുടെ പ്രാർത്ഥനയും ആധ്യാത്മികതയും ഒക്കെ ശക്തിപ്പെടുന്നത്. അവരെ ഉൾക്കൊള്ളണം. അപ്പോൾ ഇത്ര പറഞ്ഞെന്തേ, ഈ കണ്ട 2 കുട്ടികളെ അയൽക്കാരെടുത്തു. രാവിലെ ഇവർക്ക് പോകണം. അമ്മ 7 വയസ്സുകാരന് ഒത്തിരി കഥകൾ പറഞ്ഞു. മറ്റേ കുഞ്ഞിനെ മാറോട് ചേർത്ത് ഉറക്കി. നേരം വെളുത്തു. 7 വയസ്സുകാരൻ അത്യാവശ്യം കാര്യങ്ങളറിയാം. അമ്മ കുഞ്ഞുങ്ങളെ 2നെയും കുളിപ്പിച്ചു. 1.5 വയസ്സുകാരി 5 മണിക്ക് എണീറ്റ് കുളിപ്പിച്ചാലുള്ള സ്ഥിതി വലയിച്ച് അകിടന്ന് കരയുക. എങ്കിലും അമ്മ കുളിപ്പിച്ചു. കാരണം അമ്മയ്ക്കറിയാം ഇത് ഒടുവിലത്തെ കുളിപ്പീര, ഇനി കുളിപ്പിക്കാൻ വയ്യ. കുളിച്ചു കഴിഞ്ഞൊരു സുഖം. ആ കുഞ്ഞ് വീണ്ടും ഉറങ്ങി. ഉറങ്ങിയിട്ടും അമ്മ തട്ടി ഉണർത്തി പാല് കൊടുക്കുക. അതിന് പാല് വേണ്ട, ഉറക്കുക. അമ്മയ്ക്ക് വയ്യ.
ഇനി പാലൂട്ടേണ്ടി വരില്ല. അവസാനത്തെ പാലൂട്ടൽ. ഒടുക്കം ഈ വീട്ടുകാരി കുട്ടിയായിട്ട് പിരിയുന്ന ഇടത്തേക്ക് ചെല്ലുകയാണ്, തിരുനക്കര ചന്തയിൽ. അപ്പം അമ്മയുടെ പ്രാർത്ഥന ഒന്നാ, ചെറിയ കുഞ്ഞ് ഉണരുന്നതിന് മുമ്പ് അടുത്ത കര പറ്റണം. പക്ഷെ ആ കുഞ്ഞ് ഉണർന്നു, കരയാ. അപ്പോൾ ഈ കുഞ്ഞാങ്ങളെ കയ്യിലേക്ക് മേടിച്ച് അതിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക. 7 വയസ്സുകാരൻ്റെ അവസ്ഥ ഓർത്ത് അതിനോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാവേ തല്ലരുത്, വഴക്ക് പറയരുത്. കരഞ്ഞ കുഞ്ഞിൻ്റെ അരികിലേക്ക് അമ്മ നോക്കിയിട്ട് പുതിയ യജമാനോട് പറഞ്ഞു, യജമാനെ ആ കുഞ്ഞിനെ അടിയനൊന്ന് തൊട്ടോട്ടെ, ആ വലിയ കുഞ്ഞിൻ്റെ തലയിലൊന്ന് കൈവച്ചോട്ടെ, അനുവദിക്കണം. നേരമൊന്നുമില്ല അതിന്, പെട്ടെന്ന് പോകാൻ നോക്ക്. ആ സ്ത്രീ തലയിൽ കൈവച്ച് കരഞ്ഞ്. ഇന്ന് നമ്മൾ കോട്ടയം എന്ന് വിളിക്കുന്ന തിരുവീതിയിലൂടെ പോവുക. ഇത്തരം എത്രയെത്ര നിഷ്കളങ്കരുടെ കണ്ണീര് പ്രതികാരത്തിനായി ഈ രാജ്യത്ത് നിലവിളിച്ചപ്പോൾ അതിനെ പ്രാർത്ഥിച്ച് ശമിപ്പിച്ച ശക്തിയുടെ പേരാ പെന്തക്കോസ്ത്. ഈ നാടിനെ ഗ്രഹിച്ചിരിക്കുന്ന എത്രയെത്ര ശാപമുണ്ട്, ചോരച്ചൊരിച്ചിലിൻ്റെ, ഏറ്റുമുട്ടലിൻ്റെ, അക്രമത്തിൻ്റെ. ഈ രാഷ്ട്രത്തെ, ഈ പ്രദേശങ്ങളിൽ എത്രയെത്ര നിരപരാധികളുടെ രക്തം ന്യായവിധിക്ക് വേണ്ടി തുടിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ശിക്ഷ റദ്ദ് ചെയ്ത് അവനെ മനുഷ്യനാക്കുന്ന ഉജ്ജ്വലമായ പ്രവൃത്തിയാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. വീണ്ടും പറയാം, ഇതുവഴി അവിചാരിതമായിട്ട് ഒരു മിഷണറി വന്നു. പേര് നമുക്കെല്ലാം അറിയാവുന്ന ആദരനായ ദിവദാസന ഹെൻറി ബേക്കർ ജൂനിയർ. ഈ കരച്ചിലൊക്കെ ഇട്ടപ്പോൾ അദ്ദേഹം കാര്യം തിരക്കി, കാര്യമൊക്കെ കേട്ടു. അദ്ദേഹം പുതിയ യജമാനോട് ചോദിച്ചു, ഈ 2 പേരെ എനിക്ക് തരുമോ? അയ്യോ, അത് പറ്റില്ല. വില കയറ്റി വെച്ചപ്പോൾ കൊടുക്കാവുന്നതായി. ആ 2 പേരെയും വാങ്ങി. ഈ കുഞ്ഞുങ്ങളെ കൂടെ ചേർത്ത് കോട്ടയം വള്ളത്തുള്ള മിഷൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവരെ അവിടെ പാർപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകി അവരെ കരുത്തരാക്കി മാറ്റി. അപ്പനെ അമ്മയും സഹായിച്ച് ഈ ബൈബിള് ചുമക്കാൻ പിൽക്കാലത്ത് അവർ ഇറങ്ങിയെങ്കിൽ നിങ്ങളിതിന് മതപരിവർത്തനമെന്ന് പേരിട്ടാൽ അതിൻ്റെ മറുവശത്തൊരു മാനവികതയുടെ ശബ്ദമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യത്വം എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ, അവിടെ മനുഷ്യത്വം നശിക്കുന്നിടത്ത് അതിന് മാപ്പില്ല സ്നേഹിത. ആ മനുഷ്യത്വം ഇല്ലാത്ത ഒരു ആശയത്തിനും നിലനിൽക്കാനാവില്ല. മതമാകട്ടെ, വിശ്വാസമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, അത് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നില്ല എങ്കിൽ ജനമതിനെ പുച്ഛിച്ചു തള്ളും. ആ പുച്ഛിച്ചു തള്ളുന്ന അവസ്ഥകളെ സമരം ചെയ്തോ അക്രമം ചെയ്തോ അടികൊടുത്തോ പുനഃസ്ഥാപിക്കാമെന്ന് ധരിക്കരുത്. ഹൃദയത്തിൽ സ്ഥാനമില്ലാത്ത എന്തുകൊണ്ട് ഇതൊക്കെ തെറിച്ച് ദൂരപ്പോയി എന്ന് സ്വയപരിശോധനയ്ക്കാണ് ഈ കാലഘട്ടം തയ്യാറാകേണ്ടത്. ഇങ്ങനെയുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്, ഒത്തിരി വസ്തുതകളുണ്ട്. ഞാൻ നാളെയും ഉണ്ടല്ലോ ക്രമാനുഗതമായി ചിലത് പറയാം. ഇന്ന് ഒരു വസ്തുത കൂടി വചനത്തിൽ നിന്ന് പറയാം. ഇവിടെ വായിച്ച വചനത്തിൽ നമ്മൾ കണ്ടത് ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. ഇതൊരു ദിവസത്തിൻ്റെ പേരാണ്. ഇസ്രയേൽ ആചരിച്ചു പോരുന്ന ഈ 8ഓളം പെരുന്നാളുകളുണ്ട്. ആക്ച്വലി 9 എണ്ണമൊക്കെ ഉണ്ട്, ചിലത് ഗൗരവമുള്ളതല്ല. 7 ലേവ്യ പെരുന്നാളുകളും പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട 1-2 പെരുന്നാളുകളൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് 7 എണ്ണം എടുക്കാം. 7 പെരുന്നാളുകൾ ബൈബിൾ വായിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം. ഒന്ന് പെസഹയാണ്. പെസഹയുടെ തൊട്ടടുത്ത ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. പെസഹയുടെ 3-ാം ദിവസം ആദ്യ വിലക്ക് പെരുന്നാളാണ്. അപ്പോൾ ഒരു പാക്കേജാണ്, അടുത്തടുത്ത് വരുന്നതുകൊണ്ട് അവയെ ചേർത്ത് പെസഹ എന്ന് പറഞ്ഞാൽ മതി. പെസഹയിൽ 3 പെരുന്നാളുകളാണ്. ഇനി പെസഹയുടെ ആചരണം കഴിഞ്ഞ് ഒരു ചെറിയ ഇടവേള, ഏതാണ്ട് 50 ദിവസം. പെസഹ മുതൽ 50ാമത് ദിവസമുണ്ട്. പെസഹയുടെ സമാപന ദിവസം മുതലുള്ള 50ാം ദിവസത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത്. അന്ന് നാട്ടിലൊരു സവിശേഷതയുണ്ട്. ദൂരത്തൊക്കെ ജോലിക്ക് പോയ മനുഷ്യർ, യഹൂദന്മാർ, ഈ പെസഹ ആചരിക്കാൻ യെരുശലേമിൽ വരും. ആചരിക്കാൻ വരുന്ന പെസഹ ആചരിക്കാൻ വരുന്ന ആളുകളെ ബന്ധുക്കളുടെ വീടുകളിൽ അവർ കൈക്കൊള്ളും. 1-2 ദിവസമല്ല, 50 ദിവസം
നമുക്കൊക്കെ അത് ഓർക്കാനേ പറ്റുന്നില്ല. ബന്ധുക്കൾ 50 ദിവസം വീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞല്ലേ. പക്ഷെ അവർക്ക് വലിയ സന്തോഷമാണ്. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കും. കാരണം അവർക്ക് അനുഗ്രഹമാണെന്ന് കരുതി അങ്ങനെ പാർപ്പിക്കും. അവരും വന്നവരും ഒക്കെ പണം ചിലവഴിച്ച് ആഘോഷം 50 ദിവസം. ഈ 50-ാം ദിവസം അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ ചിതറിപ്പോയ ജൂതന്മാർ, ജോലിക്ക് പോയവർ, അടിമകളാക്കപ്പെട്ടവർ, അന്നത്തെ സാംസ്കാരിക സ്ഥിതി അനുസരിച്ച് പലയിടങ്ങളിൽ പോയ മനുഷ്യർ എല്ലാം കൂടെ ഒത്തുകൂടുമ്പോൾ വലിയ വലിയ വീടുകൾ വേണം. ആ കൂടെ ഒരു വീടാണ് യെറുസലേമിൻ്റെ ആ ഹൃദയഭാഗത്തുള്ള മാർക്കോസിൻ്റെ വീടെന്നറിയപ്പെടുന്നൊരു സ്ഥലം. ആ വീട് വലുതാണ്. മാർക്കോസ് ഒരു സമ്പന്നനാണ്. മാർക്കോസിൻ്റെതാണ് ഗസ്സമന എന്നറിയപ്പെടുന്ന തോട്ടം. മാർക്കോസിൻ്റെ കുടുംബത്തിൻ്റെയാണ്. 120 പേർക്കൊക്കെ വരാം, ഏത് സമയത്തും ഭക്ഷണം കഴിക്കാം, ഇങ്ങനെയുള്ള വലിയ സൗകര്യമുള്ളൊരു വീട്. ആ വീട്ടിൽ പെസഹയാചരണമൊക്കെ കഴിഞ്ഞ് 50-ാം ദിവസം ഒത്തുകൂടിയ മനുഷ്യർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ അവർക്കൊരു പുത്തൻ അനുഭവം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. വീണ്ടും കണ്ടു, കൊടിയ മുഴക്കം പോലൊരു മഹാശബ്ദം അവിടെ വ്യാപരിച്ചു. ആ മുഴക്കവും ശബ്ദവുമൊക്കെ യാഥാർത്ഥ്യമാകുമ്പോഴേക്കും ഈ നാവുകൾ വന്ന് ഇവരിൽ ഓരോരുത്തൻ്റെ മീതെ പതിഞ്ഞു. അവർ സ്ഥലകാല ബോധം മറന്ന് ഒരു പുത്തൻ ആത്മാനുഭൂതിയിലൂടെ സഞ്ചരിച്ച് ആ നാവിൻ്റെ ഉള്ളിൽ തങ്ങി നിന്ന വാക്കുകൾ തുടരെ പറഞ്ഞപ്പോൾ കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് അതെന്തൊക്കെയോ അപര്യാപ്തതയുടെ ശബ്ദമായി തോന്നി ചിലർക്ക്. ഈ ശബ്ദവും ബഹളവും എന്തെന്നറിയാൻ ആളുകൾ ഓടി വന്നവരിൽ 18 ഭാഷക്കാരുണ്ടായിരുന്നു. അറബി സംസാരിക്കുന്ന, എബ്രായ സംസാരിക്കുന്ന, ഗ്രീക്ക് സംസാരിക്കുന്ന, മറ്റ് പ്രാകൃതങ്ങളും പരിഷ്കൃതങ്ങളുമായ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഈ കൂടെ വന്നു. അവരൊരു കാര്യം മനസ്സിലാക്കി. ഗലീലിയ എന്നറിയപ്പെടുന്ന അപരിഷ്കൃതമായൊരു ഗ്രാമത്തിലെ 11ഓളം വരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരും അവരുടെ പഠിപ്പിക്കൽ കേട്ടുവന്ന 120-ലധികം വരുന്നൊരു ജനതയും ഇതാ യാതൊരു പഠിപ്പും വിവേകവുമില്ലാത്ത അതിസാധാരണക്കാരായ മനുഷ്യരും ഒത്തുകൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ പ്രവൃത്തി ചെയ്യുക. നാം ഓരോരുത്തരും ജനിച്ചു വളർന്ന നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. സുഹൃത്തെ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ദൈവികമായൊരു ഭാഷയിൽ സകർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അവർ സംസാരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്ന് ചിലർക്ക് മനസ്സിലാകാത്തവരും ഉണ്ടായിരുന്നു. മനസ്സിലാകാത്തവർ പറഞ്ഞു, മദ്യപിച്ചിട്ട ഈ ബഹളമല്ല കേട്ടോ. അവന് മറുപടിയും കൊടുത്തു. അതാ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ പ്രസംഗം ഒരു ഖണ്ഡന പ്രസംഗമാണ്. സഭ ആരംഭിച്ച് ധന്യനായ പത്രോസ് ആദ്യം പ്രസംഗിക്കുകയാണ്. പന്തിരുവരോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, സഹോദരന്മാരായ പുരുഷന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ വീഞ്ഞു കുടിച്ചവരല്ല. ഇതൊരു പ്രവചന നിവൃത്തിയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. മഹാദൈവത്തെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള ക്രൈസ്തവികതയുടെ കാഴ്ചപ്പാട്? പിതാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. അതുകൊണ്ട് മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, സർവജ്ഞാനി, സർവവ്യാപി, അതാണ് ദൈവം. ഈ ദൈവത്തിന് മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ദൈവം സ്ഥലം, കാലം, ഭാഷ, ഊർജം, ടൈം, സ്പേസ്, മാറ്റർ, എനർജി, ഇതിനൊന്നും വിധേയപ്പെടുന്നവനല്ല. മനസ്സിലായോ? ദൈവത്തിന് ബാധകമല്ലെന്ന്. സമയം ബാധകമല്ല. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. ദൈവത്തിന് സമയം എന്നൊരു വിഷയമില്ല. പാട്ട് പാടുന്ന കക്ഷി പണ്ടേ അറിയാവുന്ന പാർട്ടിയാണ്. അങ്ങനെ കണ്ടിട്ട് പറയുകയാണെന്ന്. പക്ഷേ അന്ന് കണ്ടതിലൊക്കെ ക്ഷീണിച്ചു പോയില്ല. എന്തു പറ്റി?
നമ്മൾ ക്ഷീണിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും. അങ്ങനെ അറിയല്ലേ? സ്ത്രീകളൊക്കെ എന്നെന്താ പറയുന്നറിയാം, സ്ത്രീ ക്ഷീണിച്ചു പോയാൽ പറയും എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണുമായിരുന്നു. പിന്നെ എന്തൊരു അത്യാവശ്യം ഇങ്ങനെ ചെറുപ്പത്തിൽ വന്ന് കണ്ടിട്ട് എന്താ കാണിക്കാൻ? എന്ത് ധൈര്യത്തിൽ ഇത് പറയുന്നറിയാം? മനുഷ്യർക്ക് പറ്റുമോ ചെറുപ്പത്തിൽ പോയി അവരെ കാണാൻ? സാധിക്കുകയില്ല. സ്ത്രീകൾ അങ്ങനെയാണ്. എന്നോട് ഇങ്ങനെ പറയാണ്, ആകെ ക്ഷീണിച്ചല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വിഷമം മാറാനൊരു വഴിയുണ്ട്. തിരിച്ചങ്ങേരെയും കൂടെ ഒന്ന് നോക്കിയാൽ മതി. 10 കൊല്ലം മുമ്പ് കണ്ട കൂട്ടുകാരൻ നമ്മളെ കണ്ടിട്ട് ഇയാൾ ക്ഷീണിച്ചുല്ലോ, തല നരച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ മാറണ ഒരു വഴിയുണ്ട്. കാരണം അവനും ക്ഷീണിച്ചു. കാരണം കാലം ആക്രമിച്ചു, തല നരച്ചു, കണ്ണു കുഴിഞ്ഞു, ബലം നഷ്ടപ്പെട്ടു. ദൈവം ഇങ്ങനെ ആവുമോ? നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരാ കുഞ്ഞേ മറന്നുപോയല്ലോ? ദൈവം ചോദിക്കുമോ? ദൈവത്തിന് കാലം ബാധകമല്ല, പ്രായം ബാധിക്കില്ല. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞെ ഞാനിപ്പോഴേ കണ്ണൂരാ, അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്, നിന്നെ ഒന്ന് കാണാൻ നോക്കാം. കുഞ്ഞെ പഴയ പോലൊന്നും വയ്യ. ദൈവം ഇങ്ങനെയാണോ? അല്ല. ചില ആൾ കണ്ട പ്രായമൊന്നും ആയില്ല തന്നെ പ്രായമായൊരു പ്രതി, അയ്യടാ ഇവിടെ ഒരു വെട്ടൽ. ചുമ്മാ പറയുന്ന, പകുതി രോഗവും ചുമ്മാ പറയുന്ന. ഞാൻ മനസ്സിലാക്കി ഈ സഹോദരിമാർക്കൊക്കെ രോഗമെന്ന് പറയുമ്പോൾ ക്ഷമിക്കണം, പകുതിയും ചുമ്മാ പറയുന്ന രോഗങ്ങളാണ്. അതിലൊരു കാര്യം കൂടെ പറയാം. ബൈബിൾ പഠിച്ചാൽ 5 അപ്പം 5000 കൊടുക്കുന്ന കർത്താവ് അല്ലേ? പുരുഷന്മാരെ എണ്ണം 5000. അങ്ങനല്ലേ? അങ്ങനെ എഴുതിയേക്കുന്നത് കണ്ടോ? പുരുഷന്മാർ കഴിച്ച കണക്കേ ബൈബിളിലും ഉള്ളൂ. സ്ത്രീകളുടെ കണക്കെന്നാ എഴുതാഞ്ഞെന്നറിയാമോ? കണക്കില്ലാതെ കഴിക്കും ചിലതാ. കണക്കില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ അടുത്തൊരു ചോദ്യം വെച്ചാൽ നിങ്ങളെനിക്ക് ഇവിടെ എന്താ ഉണ്ടാക്കി തരുന്നത് അല്ലേ? പാഷക്കൊന്നൊരു തല കുലുക്കാൻ പോലുള്ള ധൈര്യമില്ല. തല കുലുക്കി ശരിയാണെന്നൊന്ന് പറയണമെന്നുണ്ട്. പുള്ളിക്കാരി ഇവിടെ കണ്ടുണ്ട്, പിന്നെ അതിൻ്റെ ബാക്കിയായിരുന്നു കൊണ്ട് പോട്ടെ. അച്ഛാ തലയൊന്നും കുലുക്കണ്ട അവിടെ ഇരുന്ന്. ശരിക്കും പറഞ്ഞാൽ പ്രായം നമ്മളെല്ലാം ബാധിക്കും. ദൈവത്തെ പ്രായം ബാധിക്കുമോ? ഇല്ല. സ്ഥലം ബാധിക്കുമോ? എനർജി. പ്രായം ഒത്തിരി ആയതുകൊണ്ട് നല്ല തണുപ്പത്ത് ദൈവത്തിൻ്റെ പ്രവർത്തിക്കണേ കമ്പിളി വേണം. ഹൈ റേഞ്ചിലൊക്കെ ചെന്നാൽ ഞാനും ഹൈ റേഞ്ചുകാരനാണ് കേട്ടോ. അതേ ഹൈ റേഞ്ചുകാരനാണ്. ഏലപ്പാറ എൻ്റെ വീട്, ശരിക്കും ജനിച്ച സ്ഥലം. ചുരുക്കി പറഞ്ഞാൽ തണുപ്പ്, നല്ല തണുപ്പത്ത് കമ്പിളി വേണം. ദൈവം പറയും എടോ വർഷം എത്രയായി ഞാൻ ഭയങ്കര തണുപ്പാണ്, AC ഇട് ചൂടാന്ന് പറയോ? ഇല്ല. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. അതാ ദൈവം. നമ്മൾ ഈ സ്വർഗം എന്നൊക്കെ പറയുമ്പോഴും ദൈവം സ്വർഗത്തിലൂടെ ഒരു ഓഫീസും ഒക്കെ ആയിട്ട് ഇരിക്കുകയല്ല. ദൂതന്മാരവിടെ, ഇവിടെ ഒരു കോളിംഗ് ബെല്ല്, ഗബ്രിയേൽ എവിടെ പോയിട്ട് വന്നു, ഞാൻ ഇന്നെടുത്താ, അവിടെ ഇവിടെ ഇരി. ഇങ്ങനെയല്ല, അതൊക്കെ ഒരു സങ്കല്പമാണ്. മനുഷ്യന് മനസ്സിലാകാൻ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ. മനസ്സിലായില്ലേ? കുറേ ദൂതന്മാരോടെ ഇങ്ങനെ മാറി നിന്ന് നമ്മളാ സങ്കല്പിച്ച പോലല്ലത്. അപ്പോൾ ദൈവം സകല ഇടത്തും വ്യാപിച്ചു നിൽക്കുന്നവൻ, സകല ഇടത്തും. എന്നാ യാക്കോബ് പറഞ്ഞത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. സങ്കീർത്തനം പറയാ, തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുമുണ്ട്. ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കരം എന്നെ പിന്തുടരും. ദാവീദ് പറയുക, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാഹാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാതിരുന്നപ്പോൾ എന്നെക്കുറിച്ച് നിന്റെ പുസ്തകത്തിൽ എഴുതി. ഇതാണ് ദൈവം. നീ മറ്റൊന്ന് ദൈവത്തിന് കാലമില്ലെന്ന് പറഞ്ഞത് ഒന്ന് തെളിയിച്ചിട്ട് അടുത്തിലേക്ക് പോകാം. നമുക്ക് ലോകചരിത്രം തുടങ്ങുന്നേ ഉൽപ്പത്തി 1:1 കാണാമല്ലോ നമ്മൾ. അങ്ങനെയല്ലേ? അതിൽ ദൈവം അതിലൊരു പരിഭാഷയുടെ തെറ്റുണ്ട്, തിരുത്തി പോകണം. അതിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് ശരി പരിഭാഷ. ദ വിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. സ്വർഗങ്ങൾ, ആകാശഭൂമിയല്ല, സ്വർഗങ്ങൾ. അങ്ങനെയാണ്. അതെന്തോ ആട്ടെ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. പിന്നെ ഉണങ്ങിയ നിലം, മീതെയുള്ള ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടൊരു പ്രശ്നം ബൈബിളിൽ.
ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത് 2 ദിവസം കഴിഞ്ഞ്. എന്നിട്ട് ആദ്യം പറയാ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. സൂര്യനും ഇല്ല ചന്ദ്രനും ഇല്ല, 2-ാം ദിവസം എങ്ങനെ 1-2 ദിവസം എങ്ങനെ ഉണ്ടാവും? എന്താ ഈ സൂര്യനും ചന്ദ്രനും ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഈ കറങ്ങുന്ന ഭൂമി സൂര്യ വിളിച്ച് ഇവിടെ വരുമ്പോൾ പകല്, അപ്പുറത്ത് രാത്രി. അപ്പം സൂര്യനെ സൃഷ്ടിക്കാതെ 1-2 ദിവസം എങ്ങനെ ഉണ്ടാവും? എന്നോടൊരു സംവാദ വേദിയിൽ നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ ആളുകൾ ചോദിച്ചാൽ യൂട്യൂബിൽ കിടപ്പുണ്ട്, കാളിയാക്കി പരിഹസിച്ച്. നമ്മളിവിടുന്നൊക്കെ ഒത്തിരി കണ്ട ഒരാളായുണ്ട്. എല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പറ, ഞങ്ങളെല്ലാം പൊട്ടത്തരം പറയുന്നല്ലേ പറഞ്ഞു, നിങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പോൾ പറഞ്ഞത് ബിഗ് ബാങ്ങാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ബിഗ് ബാങ് തന്നെ 2 സുവിശേഷകർ സൃഷ്ടിച്ചതാണ്. അതറിയില്ലേ? നിങ്ങളെന്തെന്നാ മനസ്സിലാക്കിയേ? ലോകത്തിന് ഐസക് ന്യൂട്ടനെ കൊടുത്ത മാർഗം, ആൽബർട്ട് ഐൻസ്റ്റീനെ കൊടുത്ത മാർഗം, മൈക്കൽ ഫാരഡയെ കൊടുത്ത മാർഗം, മാഡം ക്യൂറിയെ, മേരി ക്യൂറി, പിയറി ക്യൂറി 2 പേരെ ലോകോത്തര സയൻറ്റിസ്റ്റുകളെയൊക്കെ ലോകത്തിന് സമ്മാനിച്ച് ഏറ്റവും അധികം 75% നൊബേൽ പ്രൈസും വിൻ ചെയ്ത ഒരു സമൂഹത്തിൻ്റെ വക്താവായിട്ടാണ് ഞാനീ സംസാരിക്കുന്നത്. നിരീശ്വരന്മാരുടെ സംഭാവന കേൾക്കണോ? 9%. എത്തിസ്റ്റുകൾ ലോകത്തിന് കൊടുത്ത സംഭാവന 9% നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. ബൈബിൾ വായിക്കുന്നവർ ലോകത്തിന് കൊടുത്ത സയൻറ്റിസ്റ്റുകളുടെ എണ്ണം 69%. 70% ഉണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുക ശാസ്ത്രം, സയൻറ്റിസമാണ് പറയുന്നത്. തിയറിയുണ്ട്, ഹൈപ്പോത്തസിസ് ഉണ്ട്, ലോ ഉണ്ട്. അതൊക്കെ വേർതിരിച്ച് പഠിക്കണം. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ എൻ്റെ അരികിൽ ഈ ബിഗ് ബാങ്ങും പരിണാമവും ഒക്കെ പറഞ്ഞ മനുഷ്യനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. നമ്മളിങ്ങനെ പരിണമിച്ച് ഇന്നത്തെ രൂപത്തിലെത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞാൽ, നിങ്ങൾ കള്ളം പറയുന്ന കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്ന് ഞങ്ങളാരും പഠിപ്പിക്കുന്നില്ല. അത് അച്ഛന്മാരും ഉപദേശിമാരും ഒക്കെ ചുമ്മാ ഞങ്ങളുടെ പേരിൽ പറയുന്ന പരിണാമ സിദ്ധാന്തം അങ്ങനെ പഠിപ്പിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ ഒരു കുരങ്ങൻ? അല്പം കഴിഞ്ഞത് നേരെ നിൽക്കുന്നു, അല്പം കഴിഞ്ഞ് അതിൻ്റെ വാല് പോകുന്നു, അല്പം കഴിഞ്ഞത് മനുഷ്യനാകുന്നു, അല്പം കഴിഞ്ഞ് അത് ഗറിലയാകുന്നു, അല്പം കഴിഞ്ഞത് സി രവീന്ദ്രനാകുന്നു. ഇങ്ങനെ പോകുന്ന പടമാണ് നിങ്ങൾ വരച്ചു വെച്ചാ. ഈ പാവം പിള്ളേരുടെ ഹൃദയത്തിൽ കുരങ്ങിങ്ങനായി എന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇനി ഞങ്ങളുടെ ഉണ്ടാക്കി ഇടാൻ വരികയാണ്. അത് കൈവച്ചേക്ക പരിപാടി. നിങ്ങൾക്ക് തന്നെ നാണക്കേടാ, ഇത് തെളിയിക്കാൻ പറ്റില്ല, സമ്മതിച്ചേക്കാം. ഈ പരിണമിച്ച് അങ്ങോട്ട് പോകാം. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നിയമം വഴി വലിച്ച് ഞാൻ താഴെ ഇടുമ്പോൾ കണ്ടോണം. വാ ഇങ്ങോട്ട് നമുക്ക് സംസാരിക്കാം. നാളെ പകലും ഉണ്ട് ഇവിടെ, സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം അനുസരിച്ച് തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം വേണം. അപ്പോൾ ഈ ഇവല്യൂഷൻ്റെ ആ റിവേഴ്സ് ഇവല്യൂഷൻ എന്താ എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. വീണ്ടും രവീന്ദ്രൻ കുരങ്ങനാകുമെന്ന് പറഞ്ഞുതരാനാണ് പറയുന്നത്. ന്യൂട്ടൻ പറയുന്നതനുസരിച്ച് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം അനുസരിച്ച് ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ വായി നാക്കില്ല. മനസ്സിലായോ? അങ്ങനെ കുറേ കാര്യമുണ്ട്. പോട്ടെ. അപ്പോൾ ബൈബിൾ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിക്കണം. ബൈബിൾ പറഞ്ഞത് നമ്മൾ കാണുന്ന 24 മണിക്കൂറിനെ പറ്റിയല്ല. അതിനും ഒരു തെളിവ് തരാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അകലം 33 പ്രകാശവർഷം. 33 പ്രകാശവർഷം. പ്രകാശവർഷം അറിയാമല്ലോ, സൂര്യൻ വെളിച്ചം ഭൂമിയിലെത്താനുള്ള സമയം 1 സെക്കൻഡിൽ. അപ്പോൾ ഇതാ പ്രകാശവർഷം. അങ്ങനെയെങ്കിൽ 33 പ്രകാശവർഷ അകലെയുള്ള ഒരു നക്ഷത്രത്തിലേക്ക് ഇവിടുന്നൊരു മനുഷ്യൻ അതേ വേഗത്തിൽ പോയാൽ നമ്മുടെ കണക്കനുസരിച്ച് അതിന് 33 വർഷം മതി. അത്രയും വേഗത്തിൽ പോകുന്നൊരു വാഹനമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഈ ഇടയ്ക്ക് നമ്മുടെ ചാനൽ അവതാരകർ ഒരു വാർത്ത പറഞ്ഞു, വീണെടുത്ത് ഞാൻ ചിരിച്ചുപോയി. കാരണം ഇന്ത്യ പാകിസ്ഥാന് നേരെ മിസൈൽ അയക്കുകയാണ്. അതിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തൊരു മിസൈൽ പ്രകാശ വേഗത്തിൽ അവിടെ ചെന്നു. പക്ഷെ എന്തെല്ലാം പൊട്ടത്തിലായി കേൾക്കണ്ടേ? പ്രകാശ വേഗത്തിലൊരു മിസൈൽ അയച്ചാൽ കാണാൻ പറ്റും. ഇമാരി ഇതെങ്ങനെ കണ്ടേ? പ്രകാശവേഗം പോയിട്ട് അതിൻ്റെ 10,000-ത്തിലൊരു അംശം പോലുള്ള വേഗമുള്ള സാധനമൊന്നും ഭൂമിയിലില്ല, ആരും കണ്ടുപിടിച്ചിട്ടില്ല.
പിന്നെ ഈ കിടക്കട്ടെ ഒരു പഞ്ച് വരട്ടെന്നോർത്ത് പറയുന്ന ആ വേദലത് വിട്ടേക്ക്. ഞാൻ പറഞ്ഞതേ, ഈ വേഗത്തിൽ ഒരു 30കാരൻ ആ നക്ഷത്രത്തിൽ ചെന്നു. 30 വയസ്സുണ്ടെന്ന് കുട്ടിക്കേക്ക്. അയാളുടെ മോൻ 6 വയസ്സാണ് പ്രായം. ഇവൻ ആ വേഗത്തിൽ പോയി തിരിച്ചിവിടെ വരുമ്പോഴേക്ക് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ. മുറ്റത്തുണ്ട്. അങ്ങോട്ട് പോകാൻ 33 വർഷം, ഇങ്ങോട്ട് പോകാൻ 33 വർഷം കഴിഞ്ഞു. അപ്പോൾ മുറ്റത്തുണ്ട് 72 വയസ്സുള്ളൊരു കാർന്നോർ നിൽക്കുന്നു. കാർന്നോർ നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഈ കാർന്നോർ ചോദിക്കുക, ആരാ മനസ്സിലായില്ലല്ലോ? എൻ്റെ അപ്പനായി വന്നിരിക്കുന്നത്. കാരണം എന്താ? ഇവിടെ 33, 66 വർഷം കഴിഞ്ഞിട്ടും വേഗത കാരണം പ്രായം ഇയാളെ ബാധിച്ചില്ലെന്ന്. അപ്പോൾ കിട്ടിയ ഞാൻ സങ്കല്പമാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം എന്താ? ദൈവം ഇതുപോലെയാണ്. സ്ഥലം, കാലം, പദാർത്ഥം, എനർജി ഇതൊന്നും ബാധിക്കില്ല. അതാ സത്യം. കണ്ട മനുഷ്യരെ നമ്മൾ ദൈവമായിട്ട് കാണാത്ത എന്തുണ്ടാ? സ്ഥലം ബാധിക്കും, കാലം ബാധിക്കും, പദാർത്ഥം ബാധിക്കും. ചിലക്ക് മലയാളം പോലും ശരിക്കും അറിയത്തില്ല. വിദേശത്തൊക്കെ പോയി മലയാളത്തിലാണ് പറയുന്നത്. അല്ലാതെ സർവ്വജ്ഞാനത്തിൻ്റെ വൈഭവം കൊണ്ട് പ്രസംഗിക്കൊന്നുമല്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നെ പോകുന്നത്, അല്ലാതെ പ്രത്യക്ഷപ്പെടുകയല്ല ഇവിടെ ചെന്ന്. അല്ലേ? അത് വിട്ട് ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് എന്നോടൊരു ചോദ്യം ചോദിക്കും. സുഹൃത്തെ, ഇത്രയൊക്കെ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിനെ സ്ഥലം, കാലം, സമയം ഇത് ബാധിച്ചോ? യേശുവിന് സ്ഥലം ബാധകമായിരുന്നോ? കാലം ബാധകമായിരുന്നോ? പദാർത്ഥം ബാധകമായിരുന്നോ? എനർജി ബാധകമായിരുന്നോ? അല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഈ 33 വയസ്സെന്ന് പറഞ്ഞെന്താ? 12 വയസ്സുള്ളപ്പോൾ ശാസ്ത്രിമാരോട് സമ്പാദിച്ചു അല്ലേ? ബാധിച്ചില്ലേ? ബാധിച്ചു. സ്ഥലം ബാധിച്ചോ? ബാധിച്ചു. കാരണം എന്താ? അവൻ പാലസ്തീനിയ വിട്ടുപോയില്ല. ബാധിച്ചില്ലേ? പിന്നെ പദാർത്ഥം, എനർജിയൊക്കെ ബാധിച്ചു. ക്രൂശിച്ചു, കരഞ്ഞു, വിശന്നു. അപ്പോൾ യേശുക്രിസ്തു ദൈവമാകുമോ? ഈ തിയറി അനുസരിച്ചാകത്തില്ല. ക്രൈസ്തവരായ നമ്മുടെ വിശ്വാസം എന്താ? അവിടുന്ന് സമ്പൂർണ്ണ ദൈവം. അതെങ്ങനെ ഒക്കും? ഇവൻ കൂടി ചാലിയാകണ്ടേ? കാര്യം ചേർന്ന് വരണ്ടേ? ഇപ്പം പറയാ, സ്ഥലം, കാലം, പദാർത്ഥം, എനർജി ഇതൊന്നും ബാധകമാകേണ്ടതില്ലാത്ത ദൈവം, ഇവയൊന്നും ആപ്ലിക്കബിൾ ആകേണ്ടതില്ലാത്ത ആ ഒമ്നിപ്രസൻസായ, ഒമ്നിസെൻസായ, സകലത്തിനും കാരണഭൂതനായ ദൈവം സ്ഥലത്തിനും കാലത്തിനും ആ പദാർത്ഥത്തിനും എനർജിക്കും വിധേയനായതിൻ്റെ പേരാണ് യേശുക്രിസ്തു. എന്ന് വച്ചാൽ അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിണിത ഫലമായി. അതാണ് യേശുക്രിസ്തു. ഇത്രയും മനസ്സിലായെങ്കിൽ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു ബേതലഹേമിൽ ജഡത്തിൽ വെളിപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് മനുഷ്യരായ നമ്മുടെ ജഡത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച പ്രക്രിയയാണ് അപ്പോസ്തല പ്രവൃത്തി 2. ബേതലഹേം ദൈവപുത്രൻ ജഡത്തിൽ വന്നു, ജഡമെടുത്തു. പെന്തക്കോസ്ത് നാളിൽ ദൈവപരിശുദ്ധാത്മാവ് ജഡമെടുക്കുകയല്ല, നമ്മുടെ ജഡത്തിൽ പ്രവേശനം ചെയ്ത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു എന്ന ആ തത്വം യാഥാർത്ഥ്യമാക്കി. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ യെരൂശലേം ദേവാലയം ഉൾപ്പെടെ ലോകത്തിലെ ഒരു സ്ഥലവും പുണ്യസങ്കേതമല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആത്മനിറവിൽ ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ചു. അവർ ശക്തിപ്പെട്ടു. അന്ന് എന്താ സംഭവിക്കുന്നത് അറിയണ്ടേ? സാഹചര്യം പറയാം. അവർ കടന്നുപോയ ജീവിതത്തിൻ്റെ ദുരിതപൂർണമായ വഴികളിൽ അതിന് തൊട്ട് മുമ്പ് വരെ അവർ ധൈര്യമില്ലാത്ത ശരായിരുന്നു. ഭയമാ. നേതൃത്വം വഹിച്ച പത്രോസിന് ഭയം. കൂടെ ഉണ്ടായിരുന്ന അരുമശിഷ്യൻ ഒറ്റിക്കൊടുത്തു. നിങ്ങൾക്കറിയണ്ടേ, ഇതുപോലെ തകർന്നടിയേണ്ട ഒരു മാർഗമില്ല. കാരണം
യേശുവിൻ്റെ ശിഷ്യന്മാരാരും എഡ്യൂക്കേറ്റഡ് അല്ല, സമ്പന്നരല്ല, വിദ്യാസമ്പന്നരുമല്ല. അതിസാധാരണക്കാരായ ബേസൈദ കടൽ വരമ്പത്തുള്ള കടൽ തീരത്തുള്ള മത്സ്യബന്ധന തൊഴിലാളികളെ, ആട്ടിടയന്മാരെ, ജനസാമാന്യങ്ങളെ, ചുങ്കം പിരിവുകാരെ, തൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന ആയിരക്കണക്കിന് ആൾക്കാർക്കിടയിൽ നിന്ന് ഒരു 10-12 പേരെ അങ്ങോട്ട് തിരഞ്ഞെടുത്തു. അവരിൽ ആരും പ്രാപ്തരല്ല, അവരിൽ ആരും സമ്പന്നരല്ല, അവരിൽ ഒരാൾക്കും എന്ന് പറയാൻ ഒന്നുമില്ലാത്ത അതിസാധാരണക്കാർ. അവരുടെ നേതാവാകട്ടെ കിടന്നുറങ്ങാൻ, അന്തി ഉറങ്ങാൻ ഒരു സ്ഥലമില്ലാത്ത ജീവിത പരിസ്ഥിതിക്കുടമ. ഇങ്ങനെ ഒരു നേതാവിനൊപ്പം ആരെങ്കിലും അണിനിരക്കോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി പോട്ടെ. നമ്മളൊരു പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ഇത് കോർപ്പറേഷനാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കോർപ്പറേഷനിലെയും തദ്ദേശ മൊത്തത്തിലെ തിരഞ്ഞെടുപ്പിൽ ഈ കാൻഡിഡേറ്റ്സ് വന്ന് എന്തോ പറയുന്നത്, നിങ്ങൾക്ക് വെളിച്ചം, പവർ കട്ട് ഉണ്ടാവില്ല, വഴി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കൊരു ദോഷമുണ്ട്, ഇതെല്ലാം ഇവർ ചെയ്തു തന്നാലും നമ്മൾ ചോദിക്കും നിങ്ങളിവിടെ എന്തോ ചെയ്യുന്നതാണ്. അങ്ങനെ കാണല്ലേ ജീവിതത്തെ. നമുക്കിതെല്ലാം വേണ്ടതാണ്. ഈ രാഷ്ട്രീയ കക്ഷികളും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ മുനിസിപ്പാലിറ്റി ഇതൊക്കെ വേണ്ടതാ, ഇല്ലെന്ന് ചിന്തിക്കരുത്. എൻ്റെ കാരണം അറിയണ്ടേ? പറയാം. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ല, നമുക്കൊരു പ്രധാനമന്ത്രി ഇല്ല, ഇവിടെ മുനിസിപ്പാലിറ്റി ഇല്ല, ഇവിടെ പോലീസും ഇല്ലെന്നൊന്ന് സങ്കല്പിച്ചേ. നാട് ഭരിക്കുന്ന ഗുണ്ടകളായിരിക്കുന്നു. പിന്നെ യോഗം കഴിഞ്ഞ് വീട്ടിൽ പോകാനൊക്കത്തില്ല. മനസ്സിലായില്ലേ? ആര് ഭരിച്ചാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നവരെ. ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ കളി എന്താ? ഒരു സിസ്റ്റമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, ഒരു സംവിധാനമുണ്ട്. അല്ലെ കൈക്കരുത്തുള്ളവൻ നിങ്ങളെ നേരിടും, പോക്കറ്റടിക്കും. വീടുകളിൽ കിടന്ന സ്ത്രീകൾക്ക് ഉറങ്ങാൻ പറ്റില്ല, ആൾക്ക് വഴിയടക്കാൻ പറ്റില്ല. ഇതൊക്കെ മാറ്റിയെടുക്കുന്ന എന്താ? ഒരു ഭരണക്രമം ഉള്ളതുകൊണ്ടാണ്. അത് പാർട്ടികളെല്ലാം ഒരാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ പാർട്ടിയും വേണ്ടതാ, എല്ലാ പാർട്ടിയും. ഒത്തിരി പാർട്ടി വേണ്ട, അത് വേറെ കാര്യം. ഈ ആളും പേരും ഇല്ല, ഒരുത്തൻ മാത്രം കാണും. സംസ്ഥാന കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റി എല്ലാം ഒരുത്തനാണെങ്കിൽ പിന്നെ അത്തരം പാർട്ടി മഹാശല്യമാണ്. മുന്നണിയിൽ ഇവരെല്ലാം കളഞ്ഞേക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ദോഷവും വരികയല്ല, 2-3 പാർട്ടി മതി. വരുമോ? ഇല്ല, ഈ പ്രധാന പാർട്ടി മതി. ഇവരുടെ കഷ്ടപ്പാടില്ല, ബാക്കിയൊക്കെ ഇങ്ങനെ നിലനിന്നു. ഇവരൊരു ശല്യവും കൂടാ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. മറുവശം ഈ പാർട്ടി രാഷ്ട്രീയമൊക്കെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അങ്ങനല്ലേ? ഞാനെപ്പോഴും പറയാറുണ്ട്, നികുതി കൊടുക്കണമെന്ന് രേഖാമൂലം എഴുതി വെച്ചൊരു പുസ്തകം കൊണ്ടാണ് നമ്മളീ നടക്കുന്നത്. ഇങ്ങനെ വേറെ മതഗ്രന്ഥം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാകട്ടെ മുഖ്യമന്ത്രി ആകട്ടെ അവരെ ദൈവമാക്കിയെന്ന് എഴുതി വെച്ചൊരു പുസ്തകം കൊണ്ടായി വരുന്നത്. അങ്ങനല്ലേ? അത്യുന്നതൻ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു. കണ്ടോ? സന്തോഷമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അധിപതിക്കെതിരെ വീട്ടിലിരുന്ന് പോലും ശപിക്കരുത്, ആകാശത്തിലെ പറവകൾ അത് കൊണ്ടു കൊടുക്കാൻ മതി. ഇൻ്റലിജൻസ് ഉണ്ടെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ അവകാശമൊന്നും വേണ്ടെന്നല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിക്കുക. ഞാനീ മിക്കവാറും പ്രസംഗിക്കാൻ പോകുന്നിടത്ത് ഇഷ്ടംപോലെ പോലീസുണ്ട്. ഒരു 3 വണ്ടി പോലീസ് അവിടെ ഒന്ന് കിടക്കുക. ആരോ വിളിച്ചു വരുത്തിയതാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം അവരുടെ വചനം കേൾക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ചരിത്രവും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങി ചെന്നപ്പോൾ അതിലൊരു ഏമാൻ, അത് ഈ ചില ഏമാന്മാർ ചില പോലീസ് സ്റ്റേഷനിൽ 6-7 SI കാണും. ഇവർ പലർക്കും ഒരു പണിയൊന്നുമില്ല, SHO മെയിൻ. പക്ഷേ ഇവർ താഴേക്ക് വരുമ്പോൾ ഈ മസിൽ പിടിച്ചൊക്കെ ഇങ്ങനെ കാണിക്കും. എനിക്കിതറിയാം. ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്നോട് ഇതിലൊരു ചങ്ങാതി പറയാം, ഏട്ടാ നിങ്ങൾക്ക് ഈ ബൈബിള് പ്രസംഗിച്ചാൽ പോരെ, എന്തിനാ ഈ 19-ാം നൂറ്റാണ്ടിലേക്ക് കയറുള്ളൂ, 20-ാം നൂറ്റാണ്ടിലേക്ക് കയറുള്ളൂ എന്നാ പറയുന്നത്. എന്നിട്ട് അതേ എന്നെ ഇത് മര്യാദയ്ക്ക് പഠിപ്പിച്ചു. സത്യം പറഞ്ഞ ഒരാൾ എന്നെ സുവിശേഷം പഠിപ്പിച്ച SI പ്രസംഗിക്കേണ്ട എങ്ങനെയാണ്. ഞാനെല്ലാം കേട്ടിട്ട്, സാറേ വളരെ നല്ല, എന്നോട് ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞാൽ ആരുമില്ല. സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനല്പം ഭരണഘടന പഠിപ്പിക്കാം, കേട്ടിട്ട് പോയാൽ മതി. അപ്പോൾ സാറെന്നെ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ സാറിനെ ഒരല്പം നേരം അത് കേട്ടിട്ടേ പാടുള്ളൂ. ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിച്ചു അത്യാവശ്യം. ഭരണഘടന ആ ഭാഷയെ പറയുമ്പോൾ രസകരമല്ലേ. ആർട്ടിക്കിൾ 19 എന്താ, ആർട്ടിക്കിൾ 21 എന്താ, അത് കേട്ടിട്ട് പോയാൽ മതി. ഇത് കേൾപ്പിച്ചു. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയണ്ടേ? എനിക്ക് അവകാശമുണ്ടെന്ന് ഈ രാജ്യത്ത്. അത് ഇട്ടുള്ള കളിയൊന്നുമില്ല, അത് വേറെ കാര്യം. ഞാൻ വോട്ട് ചെയ്യുന്ന, ഞാൻ നികുതി അടയ്ക്കുന്ന ഈ രാജ്യത്ത് എനിക്ക് ഭരണഘടനാവകാശമുണ്ട്. പ്രത്യേകിച്ച് ആരും ഒന്നും തരണ്ട, അത് ഞാൻ എടുത്തോളാം. എഴുതി വെച്ചേക്കുന്ന സംഗതിയല്ലേ, പിന്നെ ഇതിനെ പ്രത്യേകിച്ച് തരുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് തുടങ്ങുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നമ്മൾ ഒരുമിച്ച് അതിന് പവർ കൊടുത്തേക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പുതുതായിട്ടൊരാൾ കൊണ്ടു തരണ്ട.
നമ്മൾ ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലും സരസീപ്പിയുടെ കേരളത്തിലും ഒന്നുമല്ല ജീവിക്കുന്നത്. കാലം പോയി. പറഞ്ഞെന്തിനാ? ഈ സ്ഥാനാർത്ഥികളെല്ലാം വന്ന് നമ്മൾ പറയുക നിങ്ങൾക്ക് വെളിച്ചം തരാം, വീട് തരാം, അരി തരാം എന്നൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ ചെയ്യും അവർ. ഒരു നേതാവ് വന്നിട്ട് പറയാം ഇത് അടുത്തൊരു 5 വർഷത്തേക്ക് വെളിച്ചം പ്രത്യേകിച്ച് ഉണ്ടാകുകയില്ല, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോണം, ചിലപ്പോൾ ഉള്ളത് കൂടെ പോയേക്കും. റോഡ് അതിപ്പോൾ ചിന്തിക്കണ്ട. ഇങ്ങനൊരാൾ പ്രസംഗിച്ചെന്ന് വിചാരിക്കുക, നിങ്ങൾ കൂടുവോ? പാർട്ടിയിൽ കൂടുവോ? അങ്ങനെ ഒറ്റ നേതാവേ ലോകത്തുള്ളൂ. അങ്ങനെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എനിക്കൊപ്പം നിൽക്ക്, നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. പലരും എൻ്റെ നാമനിമിത്തം നിങ്ങളെ പീഡിപ്പിക്കും, വഴിയോരങ്ങളിൽ വലിച്ചിരച്ചു കൊണ്ടുവരും, ആക്ഷേപിക്കും. എന്തൊക്കെ ദോഷം എൻ്റെ കൂടെ കൂടിയാലുണ്ടെന്ന് കൃത്യം പറഞ്ഞ് അണികൾക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് കൂട്ടത്തിൽ കൂട്ടിയ യുഗപുരുഷൻ്റെ പേരാ കർത്താവായ യേശുക്രിസ്തു. ആ പാലസ്തീനിയായുടെ മഞ്ഞണിഞ്ഞ താഴ്വരയിൽ നിന്ന് 2000 ആണ്ടുകൾക്കപ്പുറത്ത് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞ അണികളെ കൂട്ടിയപ്പോൾ കണ്ടവർ ചിന്തിച്ചു ഇതിവിടെ വിജയിക്കില്ല. പാലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവിൽ മാത്രം ഒതുങ്ങി തമസ്കരിക്കപ്പെടേണ്ട മാർഗമെന്ന് ചിന്തിച്ച യേശുവിൻ്റെ സുവിശേഷത്തെ പവർഫുള്ളാക്കാൻ, ശക്തിമത്താക്കാൻ 50-ാം ദിവസം ഇറങ്ങി വന്ന കാര്യസ്ഥൻ്റെ ഇടപെടല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ ലോകത്തിൻ്റെ 5 വൻകരകളിലും 24 മണിക്കൂറും ഇടതടവില്ലാതെ പ്രസംഗിക്കപ്പെടുന്ന ഒരൊറ്റ സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. സകല ഭാഷകളിലും സകല രാജ്യങ്ങളിലും സകല ജനതയ്ക്കിടയിലും ഇടവേളകളില്ലാതെ പ്രസംഗിക്കപ്പെടുന്ന ഒറ്റ മനുഷ്യൻ്റെ പേര് യേശുക്രിസ്തു എന്ന് മാത്രമാണ്. ഈ പ്രഭാതത്തിൽ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് യേശുവിനെ കുറിച്ച് ആരോ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഭൂമിയുടെ മറുകരയിൽ പകൽ ആരംഭിച്ചിരിക്കുന്നു, അവിടെയും പ്രസംഗിക്കും യേശുവിനെ കുറിച്ച്. വീണ്ടും പറയട്ടെ, ചക്രവാളം മുതൽ ചക്രവാളം വരെ 24 മണിക്കൂറും ഇടതടവില്ലാതെ കേൾക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ നാമം യേശുക്രിസ്തുവിന്റെ നാമമെങ്കിൽ ഞങ്ങൾ അറിയുന്ന സുവിശേഷത്തിന്റെ മഹിമ ഈ രാത്രി ഇങ്ങനെ ഉയർത്തട്ടെ. മറ്റൊരുവരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ആത്യന്തിക നാമം യേശുക്രിസ്തുവിന്റെ നാമം. പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് നമ്മൾ പിരിയുമ്പോൾ ഈ ആത്മശക്തി നിങ്ങൾക്കൊരു പുതിയ ബലം തരട്ടെ, ഒരു പുതിയ ചൈതന്യം തരട്ടെ, ഒരു പുതിയ കൃപ തരട്ടെ. എല്ലാത്തരം തിന്മകളെയും നമുക്കൊന്ന് ജയിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരനുഭവം എന്നിട്ട് പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. ശയ്യാവലംബനായ ഒരു ഗുണ്ടയെ ഒരിക്കൽ എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നു. നമ്മൾ നാട്ടിലൊക്കെ ഒടിഞ്ഞ് കിടക്കാണ്. അധികം പ്രായമുള്ളൊരു 40 വയസ്സൊക്കെ ഉള്ള പയ്യനാണ്. ഇനി ഈ ഗുണ്ടകളെന്ന് പറയുമ്പോൾ ക്ഷമിക്കണം, ലോകത്തിലൊരു ഗുണ്ടയ്ക്കും ആരോടും വൈരാഗ്യമില്ല. അവൻ പിന്നെ ആളുകൾ പറഞ്ഞു വിടുന്നു നീ ചെന്ന് തട്ടിട്ട് പോയെന്ന് പറയുമ്പോൾ അവൻ വന്ന് തട്ടുന്നു. അവനോട് നമ്മൾ ചിരിക്കുക, ചേട്ടാ എന്തിനാ ഇത്? എന്നോടവൻ പറഞ്ഞു, അത്രേ ഉള്ളൂ, വേറെ പിണക്കൊന്നുമില്ല. അപ്പോൾ ഇയാളുടെ പ്രശ്നം എന്താണെന്നറിയണ്ടേ? വയ്യ കിടക്കുക, മരിച്ചു ആൾ. മരിച്ചപ്പോഴും ഞാനാ പോയി അടക്കിയത്. ആ സഹോദരി എന്നോട് പറഞ്ഞു, സാർ ആളെ ഉറക്കമില്ല, രാത്രി അസ്വസ്ഥനാകുക, എല്ലാവരെയും അങ്ങ് അസ്വസ്ഥപ്പെടുത്തുക, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അവനാ കിടപ്പ് കിടക്കുക. ഞാൻ പറഞ്ഞു, ചങ്ങാതി ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് ഉറക്കം കിട്ടും, ശാന്തത കിട്ടും, ധൈര്യമായിട്ടിരി, പോയതൊക്കെ പോട്ടെ. ഇവൻ എന്നോട് ചോദിക്കുക, സാർ ഉറക്കം കിട്ടുമോ? കിട്ടും. പ്രാർത്ഥിച്ച് എനിക്ക് ഉറക്കം കിട്ടും അല്ലേ? കിട്ടും. പ്രാർത്ഥിക്കല്ലേ, എനിക്ക് ഉറക്കം വേണ്ട. അതെന്തുപറ്റി? പറയാ കക്ഷി, സാർ ഒരിക്കലും മനുഷ്യനെ ഒരു പാടവരമ്പത്ത് ചവിട്ടി വീഴ്ച്ചു. കയ്യിൽ വടിവാളുണ്ട്. അയാൾ ചാടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ ആ റോഡിൽ നിന്ന് അങ്ങോട്ട് ചാടിയിട്ട് വെട്ടാൻ വരുന്ന മനുഷ്യന് നേരെ ഒരു പ്ലാസ്റ്റിക് കവറിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, കൊല്ലല്ലേ, പപ്പായ്ക്കുള്ള മരുന്നാ, കൊല്ലല്ലേ, കുഞ്ഞിനുള്ള ആഹാരമാണ്, അത് കാത്തിരിക്കും. സാർ അന്നത് കേട്ടിട്ടും മനസ്താപം വന്നില്ല.
ചവിട്ടി അവനെ താഴിട്ട് തലങ്ങും വിലങ്ങും വെട്ടി. അവൻ്റെ കയ്യിൽ നിന്ന് ഈ പാക്കറ്റൊക്കെ തെറിച്ചിട്ട് ഷുഗറിൻ്റെ മരുന്നും പരിപ്പോടയും പഴമൊക്കെ ചെതറിക്കിടക്കുന്നത് കണ്ടു. അവൻ അന്ന് മരിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞ ആൾ മരിച്ചു. കാരണം ഇതാണെന്ന് എനിക്കറിയാം. കേസൊന്നും ബലവത്തായില്ല. നാട്ടിലെല്ലാവർക്കും എന്നെ പേടിയായി. ഞാൻ പറയാ കഥ. പക്ഷെ ഇന്ന് ഞാൻ ഈ അവസ്ഥയിലെത്തി. കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ആ ചവിട്ടി വഴിയിലിട്ട മനുഷ്യൻ എൻ്റെ കൺമുമ്പിൽ വന്നിങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് അവൻ ഇങ്ങനെ കൈനീട്ടി പറയാ, പപ്പായ്ക്കുള്ള മരുന്നാ, കുഞ്ഞിനുള്ള ആഹാരമാണ്, ഇത് കേട്ട് കഴിക്കാൻ വയ്യ, ഉറക്കമില്ല, മരണം കിട്ടുന്നില്ല. എന്തിനായി പറഞ്ഞേ? ഇതൊരു മനുഷ്യൻ്റെ അനുഭവമല്ല. ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യമാണ്, ഇപ്പം നല്ല കൈകരുത്താണ്. നിങ്ങൾക്ക് ഏത് കരുത്തനെയും അടിച്ചു വീഴിക്കാനുള്ള സന്നദ്ധതയുണ്ട്. രക്ഷിക്കാൻ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടിയും പ്രതിപക്ഷവും എല്ലാവരും ഒന്നിക്കും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ ഉറക്കറയ്ക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവർത്തിച്ചുകൂടാത്ത രാത്രികൾ കടന്നു വരുമ്പോൾ ഒരാൾക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ വേദനിക്കുന്ന ആ മുരടിപ്പ് ഭവിച്ച ജീവിതത്തിൻ്റെ ഉത്തരം ഈ ആത്മശക്തിയാ. അത് നിനക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ദൈവപുത്രൻ ഇന്ന് രാത്രി നിന്റെ പാവക്കറകളെ മുഴുവൻ കഴുകി ഒരു പുതുജീവിതം നിനക്ക് തരാൻ സന്നദ്ധനായി ഇന്ന് വന്നിട്ട് പറയുക, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആർക്ക് വേണം ഈ ദൈവ സാന്നിധ്യം? ആർക്ക് വേണം ഈ ദൈവകൃപ? ഈ 2 രാത്രിയിൽ ഈ ഗ്രാമം കേൾക്കേണ്ട ഈ സുവിശേഷം കേൾക്കുമ്പോൾ ഒന്നുറപ്പാക്കി പോകണം, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ നാളെ നമുക്കുള്ളതല്ല. നാളെ യോഗം നടന്നില്ലെന്ന് വരാം, ഞാൻ വന്നില്ലെന്ന് വരാം, ഞാനും നിങ്ങൾ വിഹലോകം വിട്ട് കടന്നുപോയി എന്ന് വരാം. പക്ഷേ ഞങ്ങളെ അത്യുന്നതൻ വരമേൽപ്പിച്ച മഹത്തരമായ ആ ഉത്തരവാദിത്വം ഇങ്ങനെ സാക്ഷാത്കരിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് നിന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ എത്ര പേർ ജീവിതം സമർപ്പിക്കും? ആർക്ക് വേണം ആത്മചൈതന്യത്തിൻ്റെ ആ പ്രാർത്ഥന, ദൈവകൃപയുടെ ആ തലോടൽ? അകത്തും പുറത്തും ഈ വചനം കെട്ടവർക്കിടയിൽ അത്തരമൊരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അവർ സന്നദ്ധരാകാം, പ്രാർത്ഥനയ്ക്ക് അവർക്ക് തയ്യാറാകാം. ഇന്ന് രാത്രി വചനങ്ങൾ കൊണ്ട് കർത്താവ് സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ.